Good afternoon. Good afternoon. Okay. Good afternoon. Good afternoon. അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് തുടങ്ങാം കേട്ടോ. ഞാൻ ഓൾ മ്യൂട്ട് കൊടുക്കാണ്. എല്ലാവർക്കും ഗുഡ് ആഫ്റ്റർനൂൺ കേട്ടോ. നമ്മൾ ഓൾ മ്യൂട്ട് കൊടുക്കാണേ. നമ്മള് കഴിഞ്ഞ ക്ലാസ്സില് നമ്മളെന്ത് പഠിച്ച കാര്യങ്ങള് കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റർ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ക്വാളിറ്റി ഇൻഡിക്കേറ്ററിലോട്ട് വന്നു. ഈ ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്? കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സിനെ തന്നെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറയുന്നത് അല്ലെ. പിന്നെ നമ്മൾ ഓരോ ഡിപ്പാർട്ട്മെന്റുകളുമായിട്ട് ബന്ധപ്പെട്ടുണ്ടാവുന്ന എന്താണ് ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സുകൾ എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ നോക്കുകയാണ് അല്ലെ. അപ്പൊ ഇതില് കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സിന്റെ എല്ലാ 32 എണ്ണം നമ്മൾ പഠിച്ചിരുന്നു. അപ്പൊ അതേ സെയിം പോയിന്റുകൾ തന്നെയാണ് ഇനി ഓരോ ഡിപ്പാർട്ട്മെന്റുകളിലും നമ്മൾ പഠിക്കുന്നത്. അഡീഷണൽ ആയിട്ട് വേറെ ഒരു പോയിന്റ് അതിനകത്ത് 1-2 പോയിന്റ് മാത്രമേ എക്സ്ട്രാ വരുന്നുള്ളൂ. ബാക്കിയൊക്കെ നമ്മൾ അന്ന് പഠിച്ച കാര്യങ്ങളാണ് കേട്ടോ. അപ്പൊ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നഴ്സിംഗ് ഡിപ്പാർട്ട്മെന്റിന്റെ പറഞ്ഞിരുന്നു അല്ലെ. നഴ്സിംഗ് ഡിപ്പാർട്ട്മെന്റിന്റെ പറഞ്ഞിരുന്നു ഇല്ലേ? പറഞ്ഞിരുന്നില്ലേ? നഴ്സിംഗ് ഡിപ്പാർട്ട്മെന്റ് കംപ്ലീറ്റ് ചെയ്തു അല്ലെ. ഓക്കെ, ഇവിടെ ആ പോയിന്റുകളൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. ഇനി അടുത്തത് രണ്ടാമത്തെ ഡിപ്പാർട്ട്മെന്റ് നമുക്ക് നോക്കാം. ഇൻഫെക്ഷൻ കൺട്രോൾ ആണ് കേട്ടോ. ഇൻഫെക്ഷൻ കൺട്രോള് ആ ഒരു ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന എന്താണ് കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് എന്തൊക്കെയാണ്? ഏതൊക്കെ കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് ആണ് ഇൻഫെക്ഷൻ കൺട്രോൾ എന്ന് പറയുന്ന ആ ഒരു ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പൊ നമുക്ക് ഒരു കാര്യം ശ്രദ്ധിക്കാം. ആ ഒരു ഡിപ്പാർട്ട്മെന്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട റോള് വഹിക്കുന്ന വ്യക്തി ആരാണ്? ICN നേഴ്സ് ആണ് അല്ലെ. ICN ചാപ്റ്റർ നമ്മൾ എത്രയാണ്? ക്വാളിറ്റി അഷ്യൂറൻസ് ആണ് കേട്ടോ എടുക്കുന്നത്. 44. ഓക്കെ, അപ്പൊ ICN നേഴ്സ് ആരാണ്? ICNന്റെ ഫുൾ ഫോം ഒന്ന് പഠിച്ചു വെക്കാം കേട്ടോ. അതായത് ഇന്റർനാഷണൽ കൗൺസിൽ ഓഫ് നഴ്സിംഗ് അസോസിയേഷൻ കേട്ടോ. ഇന്റർനാഷണൽ കൗൺസിൽ ഓഫ് എഴുതി വെക്കാട്ട് അറിയാത്തവരൊന്ന് എഴുതി വെക്കാം. ഇന്റർനാഷണൽ കൗൺസിൽ ഓഫ് നഴ്സിംഗ് അസോസിയേഷൻ. ഓക്കെ, അതാണ് ICN എന്ന് പറയുന്നതിന്റെ ഫുൾ ഫോം ട്ടോ. ഇന്റർനാഷണൽ കൗൺസിൽ ഓഫ് നഴ്സിംഗ് അസോസിയേഷൻ. അപ്പൊ അവിടുത്തെ നേഴ്സ് ICN നേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? അത്തരം നഴ്സുമാർക്ക് സർട്ടിഫിക്കേഷനും മെമ്പർഷിപ്പ് ഒക്കെ ലഭിക്കുന്നത് എന്തിലൂടെയാണ്? ഈ പറയുന്ന ഇന്റർനാഷണൽ കൗൺസിൽ ഓഫ് നഴ്സിംഗ് അസോസിയേഷനിലൂടെയാണ്. അതേസമയം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നഴ്സിംഗ് ഡിപ്പാർട്ട്മെന്റ് പറഞ്ഞപ്പോൾ അവിടെ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്ന വ്യക്തി ആരാണ്? ആ ഒരു ഇമ്പോർട്ടന്റ് റോള് വഹിക്കുന്ന വ്യക്തി ആരാണ്? നഴ്സിംഗ് എഡ്യൂക്കേറ്റർ ആണ് അല്ലെ. നഴ്സിംഗ് എഡ്യൂക്കേറ്റർ എന്ന് പറഞ്ഞാൽ ഒരു രജിസ്ട്രേർഡ് നേഴ്സ് ആണ്. അവർക്ക് സർട്ടിഫിക്കേഷൻ കൊടുക്കുന്നത് സ്റ്റേറ്റ് ആൻഡ് സെൻട്രൽ നഴ്സിംഗ് ബോർഡുകളാണ്. വ്യത്യാസം മനസ്സിലായ ഞാൻ പറഞ്ഞത്? ഒരു ICN നേഴ്സ് എന്ന് പറയുന്നതും രജിസ്ട്രേർഡ് നേഴ്സ് തമ്മിലുള്ള ഒരു വ്യത്യാസമാണ് ഞാൻ പറഞ്ഞത്. രണ്ടു കൂട്ടരും എന്താണ്? ഒരുപോലെ തന്നെ വളരെ ക്വാളിഫൈഡ് ആയിട്ടുള്ള ഹൈലി ട്രെയിൻഡ് ആയിട്ടുള്ള നഴ്സുമാര് തന്നെയാണ്. പക്ഷെ ഒരു രജിസ്ട്രേർഡ് നേഴ്സ് അവരെയാണ് നമ്മൾ നഴ്സിംഗ് എഡ്യൂക്കേറ്റർ എന്ന് പറയുന്നത് കേട്ടോ. രജിസ്ട്രേർഡ് നേഴ്സ് ആകുമ്പോൾ അവര് സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് നഴ്സിംഗ് ബോർഡ് സർട്ടിഫൈഡ് ചെയ്തിട്ടുള്ള നഴ്സുമാരായിരിക്കും. ഇവിടെ പറയുന്ന ICN നേഴ്സ് എന്ന് പറയുമ്പോൾ അവൾക്ക് സർട്ടിഫിക്കേഷൻ കൊടുക്കുന്നത് ഇന്റർനാഷണൽ കൗൺസിൽ ഓഫ് നഴ്സിംഗ് അസോസിയേഷൻ ആയിരിക്കും. ഓക്കെ, അപ്പൊ നമ്മൾ ജസ്റ്റ് അറിഞ്ഞിരിക്കുക കേട്ടോ. ഇൻഫെക്ഷൻ കൺട്രോളുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഇൻഡിക്കേറ്റേഴ്സ് ഏതൊക്കെയാണ്? ഒന്നാമത്തെ പോയിന്റ് പറയുന്നത് IPD അല്ലെ, നമ്മുടെ എന്താണ് ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഇൻസിഡൻസ് ഓഫ് ബ്ലഡ് ബോഡി ഫ്ലൂയിഡ് എക്സ്പോഷർ. ഇൻഫെക്ഷൻ ഡിപ്പാർട്ട്മെന്റുമായിട്ടാണ് കേട്ടോ നമ്മൾ പറയുന്നത്. അതായത് ഈ ശരീരദ്രവങ്ങളിലൂടെ ഉണ്ടാകുന്ന ഇൻഫെക്ഷൻസ് അതാണ് അവിടെ പറയുന്നത് കേട്ടോ. ബ്ലഡ് ബോഡി ഫ്ലൂയിഡ് എക്സ്പോഷർസ് അല്ലെ. അതായത് പ്രധാനമായിട്ട് എന്താണ്? ബ്ലഡിലൂടെ അല്ലെ. ഇൻസിഡൻസ് ഓഫ് ബ്ലഡ് ബോഡി ഫ്ലൂയിഡ് എക്സ്പോഷർസ് നമ്മുടെ ശരീരദ്രവങ്ങളിലൂടെ, പ്രത്യേകിച്ച് ബ്ലഡ് പോലെയുള്ള ശരീരദ്രവങ്ങളിലൂടെ പകരുന്ന ഇൻഫെക്ഷൻസിന്റെ പെർസെന്റേജ് ഏത് ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ടത്? ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ടത്. മനസ്സിലായല്ലോ? IPDയിൽ വരുന്ന ഈ പറയുന്ന ബോഡി ഫ്ലൂയിഡ് എക്സ്പോഷർ മൂലം ഉണ്ടാകുന്ന ഇൻഫെക്ഷന്റെ ശതമാനം.
അതേ സംഭവം തന്നെ എന്താണ് OPD-യിലും വരാം അല്ലെ, ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിനകത്തും ഉണ്ടാകാം അല്ലെ, ഔട്ട് പേഷ്യൻസിനും വരാം. അപ്പൊ അതാണ് രണ്ടാമത്തെ പോയിന്റ് ആയിട്ട് അവിടെ കൊടുക്കുന്നത്. OPD-യിൽ ഇൻസിഡൻസ് ഓഫ് ബ്ലഡ് ബോഡി ഫ്ലൂയിഡ് എക്സ്പോഷർ ട്ടോ. അതായത് ഈ പറയുന്ന അതേ സംഭവം തന്നെ ബ്ലഡ് ബോഡി ഫ്ലൂയിഡിൽ നിന്ന് വരുന്ന ഇൻഫെക്ഷൻസ് ഏത് ഡിപ്പാർട്ട്മെന്റ്, OPD ഡിപ്പാർട്ട്മെന്റിന്റെ അല്ലെ. ഇതെല്ലാം തന്നെ ഇൻഫെക്ഷൻ കൺട്രോൾ എന്ന് പറയുന്ന ഇതുമായിട്ട് ബന്ധപ്പെട്ടതാണ് കേട്ടോ. അടുത്തത് എന്താണ് മൂന്നാമത്തെ പോയിന്റ്, ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിലെ ഇൻസിഡൻസ് ഓഫ് നീഡിൽ സ്റ്റിക്ക് ഇഞ്ചുറീസ്. അതൊക്കെ നമ്മൾ കഴിഞ്ഞ കീ പെർഫോമൻസ് ഇൻഡിക്കേറ്ററിൽ പഠിച്ചതാണ് കേട്ടോ. ഇൻസിഡൻസ് ഓഫ് നീഡിൽ സ്റ്റിക്ക് ഇഞ്ചുറീസ് അല്ലെ, സുരക്ഷിതമല്ലാത്ത നീഡിൽ സ്റ്റിക്ക് മൂലം ഉണ്ടാവുന്ന പരിക്കുകൾ. ഇഞ്ചുറി എന്ന് പറയുമ്പോൾ മുറിവ് എന്ന് മാത്രം നിങ്ങൾ കണക്കാക്കരുത് കേട്ടോ. കാര്യം എന്താണ്, ഈ പറയുന്ന സുരക്ഷിതമല്ലാത്ത സർജറിയിലൂടെയൊക്കെ എന്ത് അസുഖങ്ങൾ, പല ടൈപ്പ് ഓഫ് അസുഖങ്ങൾ വരാം, ഇൽനെസ് വരാം. അതായത് പെപ്സൈഡി പോലെയുള്ള അസുഖങ്ങൾ വരാം, ഹെപ്പറ്റൈറ്റിസ് B, C പോലെയുള്ള അസുഖങ്ങളൊക്കെ വരാം അല്ലെ. അപ്പൊ അത്തരത്തില് ഇഞ്ചുറി എന്ന് പറയുമ്പോൾ നിങ്ങൾ കൈ മുറിവ് എന്ന് മാത്രം കണക്കിലെടുക്കരുത്. സുരക്ഷിതമല്ലാത്ത നീഡിൽ സ്റ്റിക്ക് മൂലം ഉണ്ടാകുന്ന എന്ത് അസുഖങ്ങളും അതിനകത്ത് ഉൾപ്പെടാം കേട്ടോ. ഓക്കെ, അപ്പൊ അത് ഈ പറയുന്ന IPD ആയിട്ട് ബന്ധപ്പെട്ട് വരുന്ന നീഡിൽ സ്റ്റിക്ക് ഇഞ്ചുറീസിന്റെ നിരക്ക്. അതുപോലെ തന്നെ OPD-യുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഇൻസിഡൻസ് ഓഫ് നീഡിൽ സ്റ്റിക്ക് ഇഞ്ചുറീസ്. ഓക്കെ, അഞ്ചാമത്തെ പോയിന്റ് എന്താണ്, ഇൻസിഡൻസ് ഓഫ് ഫാൾസ്. അവിടെ പറഞ്ഞ അതേ പോയിന്റ് ആണ് കേട്ടോ. ഇൻസിഡൻസ് ഓഫ് ഫാൾസ് എന്താണ്, വീണ് പോകുന്ന രോഗികളുടെ എണ്ണമാണ് അല്ലെ, വീണ് പോകുന്ന രോഗികളുടെ എണ്ണം. അതിന് പല കാരണങ്ങൾ ഉണ്ടായിരിക്കാം. ഇപ്പൊ ഹോസ്പിറ്റലിൽ വരുമ്പോ അവിടെ വല്ല സ്ലിപ്പറി ഫ്ലോർ ആണെങ്കിൽ തെന്നി വീഴോ, അവിടെ എന്തെങ്കിലും തെന്നി വീഴോ, അല്ലെങ്കിൽ ചിലപ്പോൾ പ്രോപ്പർ ലൈറ്റിംഗ് അല്ലെ, അത്ര വെളിച്ചമില്ലാത്തതിന്റെ പേര് ചിലപ്പോൾ ചില ആളുകൾ തട്ടിയിട്ട് വീഴാം അല്ലെ. അപ്പൊ അങ്ങനെ അവർക്ക് ഇഞ്ചുറി സംഭവിക്കാം. പിന്നെ അത് മാത്രമല്ല, ചില മരുന്നുകളുടെ സൈഡ് എഫക്റ്റിന്റെ ഭാഗമായിട്ട് എന്താ പറയുക വീണു പോകുന്ന അല്ലെ, അബോധാവസ്ഥയിലായി പോകുന്ന രോഗികൾ ഉണ്ടായിരിക്കാം. പിന്നെ ഈ പറയുന്ന പോലെ ഇതൊക്കെ ഫിസിക്കൽ ആയിട്ടുള്ള പ്രശ്നം, അതുകൂടാതെ മെന്റലി ഉള്ള ട്രോമ കാരണമുണ്ട് അല്ലെ. നമുക്ക് മാനസികമായിട്ട് സമ്മർദ്ദം ഉണ്ടാക്കുന്ന എന്തെങ്കിലും പ്രശ്നങ്ങൾ മൂലം എന്താ വീണു പോകുന്ന രോഗികൾ ഉണ്ടായിരിക്കും. അപ്പൊ അത്തരത്തില് എന്താണ് അങ്ങനെയുള്ള സംഭവങ്ങളുടെ ശതമാനമുണ്ട് കേട്ടോ. വീണു പോകുന്ന രോഗികളുടെ ശതമാനമാണ്. ഇതാണ് ഇൻസിഡൻസ് ഓഫ് ഫാൾസ് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, അടുത്തതാണ് എന്ത്, ആറാമത്തെ പോയിന്റ് ആണ് ഇൻസിഡൻസ് ഓഫ് ഹോസ്പിറ്റൽ അസോസിയേറ്റഡ് അൾസേഴ്സ് ആഫ്റ്റർ അഡ്മിഷൻ. ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട് ബെഡ് സോർ പെർ 1000 പേഷ്യന്റ് ഡേയ്സ്. ഇതൊക്കെ നമ്മൾ അവിടെ പറഞ്ഞ അതേ പോയിന്റ് ആണ് അല്ലെ. അതായത് അഡ്മിഷന് ശേഷം, ആശുപത്രിയിൽ അഡ്മിറ്റ് ആയതിനു ശേഷം ബെഡ് സോർ വരുന്ന അല്ലെ, പ്രഷർ അൾസർ നമ്മൾ പഠിച്ചില്ലേ. ബെഡിൽ കുറെ കാലം എന്താണ് കിടക്കുന്നതിന്റെ ഫലമായിട്ട് തൊലിയൊക്കെ പൊട്ടിപ്പോയി വരുന്ന ആ ഒരു അവസ്ഥയാണ് ബെഡ് സോർ എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ അത്തരത്തിൽ എന്താണ് ബെഡ് സോർ, ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ട് ഈ ബെഡ് സോർ വരുന്ന ആളുകളുടെ എണ്ണമാണ് അവിടെ പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട്. ബെഡ് സോർ പെർ 1000 പേഷ്യന്റ് ഡേയ്സ്. എന്താണ് ഉദ്ദേശിക്കുന്നത് ബെഡ് സോർ പെർ 1000 പേഷ്യന്റ് ഡേയ്സ്? അതായത് 1000 ദിവസത്തിലെ രോഗി പരിചരണത്തില്, 1000 ദിവസത്തിലെ രോഗി പരിചരണത്തില് ഈ പറയുന്ന പ്രഷർ അൾസർ വന്നിട്ടുള്ള കേസുകളുടെ ശതമാനമാണ്. ഓക്കെ, ഒരു വർഷത്തിൽ 365 ദിവസം ഉണ്ട് അല്ലെ. അങ്ങനെ 1000 ദിവസങ്ങളുടെ 1000 ദിവസത്തെ രോഗി പരിചരണത്തില് റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഈ പറയുന്ന പ്രഷർ അൾസർ അല്ലെ, ബെഡ് സോർ കേസുകളുടെ നിരക്ക് അഥവാ ശതമാനമാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. മനസ്സിലായല്ലോ പറഞ്ഞത്? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അപ്പൊ തന്നെ ചോദിക്കാം കേട്ടോ. പിന്നെ ഏഴാമത്തെ പോയിന്റ് ഇതാണ്, കത്തീറ്റർ അസോസിയേറ്റഡ് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ റേറ്റ് അല്ലെ. കത്തീറ്ററുമായിട്ട് ബന്ധപ്പെട്ടുണ്ടാകുന്ന യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ അല്ലെ, യൂറിനറി ട്രാക്റ്റിൽ ഉണ്ടാകുന്ന അണുബാധയുടെ ആ ഒരു നിരക്ക് അല്ലെ. പിന്നെ എട്ടാമത്തെ പോയിന്റ് എന്താണ്, വെന്റിലേറ്റർ അസോസിയേറ്റഡ് ന്യൂമോണിയ റേറ്റ് അല്ലെ. വെന്റിലേറ്ററുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ന്യൂമോണിയയുടെ ശതമാനം അല്ലെ, ന്യൂമോണിയ നിരക്ക്. പിന്നെ ഒൻപതാമത്തെ എന്താണ്, സെൻട്രൽ ലൈൻ അസോസിയേറ്റഡ് ബ്ലഡ് സ്ട്രീം ഇൻഫെക്ഷൻ റേറ്റ്. നമ്മൾ പറഞ്ഞിരുന്നു സെൻട്രൽ ലൈൻ എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്, കത്തീറ്റർ തന്നെയാണ് അല്ലെ. കത്തീറ്റർ പ്ലേസ്ഡ് ഇൻടു ദ ലാർജ് വെയിൻ അല്ലെ, നമ്മുടെ കഴുത്തിന്റെ ഭാഗത്ത് അല്ലെങ്കിൽ കൈകളുടെ ഭാഗത്തൊക്കെ ഉണ്ടാകുന്ന വലിയ വെയിനിലോട്ട് അല്ലെ, വലിയ ഞരമ്പിലോട്ട് നമ്മൾ ഇൻസേർട്ട് ചെയ്യുന്ന ആ ഒരു എന്താ പറയുക ട്യൂബിനെ തന്നെ, ആ കത്തീറ്ററിന് തന്നെയാണ് ഇവിടെ എന്ത് പറയുന്നത് സെൻട്രൽ ലൈൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ സെൻട്രൽ ലൈനുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന രക്തത്തിലൂടെ വരുന്ന അണുബാധകൾ അല്ലെ, രക്തത്തിലേക്ക് അണുബാധ അത്തരം ട്യൂബുകളിലൂടെ ശരീരത്തിനകത്തേക്ക് എന്ത് ചെയ്യാം, ബാക്ടീരിയ വൈറസ് ഒക്കെ കയറി അത് ബ്ലഡ് സ്ട്രീമിലായി പിന്നെ രക്തത്തിൽ അണുബാധ ഉണ്ടാകാനുള്ള സാധ്യത. അത്തരം കേസുകളുടെ ശതമാനം അല്ലെങ്കിൽ നിരക്കാണ് അവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. അടുത്തത് എന്താണ്,
സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻ റേറ്റ് കേട്ടോ. സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻ റേറ്റ്, അതിന്റെ സർജറി നടന്ന ഭാഗത്ത് ഉണ്ടാകുന്ന അണുബാധയുടെ നിരക്ക്. ഇത്രയും കാര്യങ്ങളാണ് ഏത് ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഇൻഡിക്കേറ്റേഴ്സ്? ഇൻഫെക്ഷൻ കൺട്രോളുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഇൻഡിക്കേറ്റേഴ്സ്. ക്ലിയർ ആയോ നിങ്ങൾക്ക്? എന്തെങ്കിലും ഒന്ന് റെസ്പോണ്ട് ചെയ്യാം കേട്ടോ പ്ലീസ്. നമ്മൾ ഈ പറഞ്ഞ ഭാഗങ്ങളൊക്കെ കഴിഞ്ഞ ദിവസം ക്ലാസ്സുകളിൽ പറഞ്ഞ സെയിം പോയിന്റുകൾ തന്നെയാണ് ഇതിനകത്ത് വരുന്നത് കേട്ടോ. വേറെ അഡീഷണൽ ആയിട്ട് ഒന്നും തന്നെ വരുന്നില്ല. അതൊക്കെ ഇനി പഠിക്കാൻ വലിയ ബുദ്ധിമുട്ട് വരില്ല കേട്ടോ. ആ കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് ക്ലിയർ ആയിട്ടുണ്ടെങ്കിൽ ഈ പറയുന്നതൊക്കെ ഓക്കെയാണ് കേട്ടോ. ശരി, അപ്പൊ അത്രയാണ് എന്നത്. നിങ്ങൾ ഡൗട്ട് ഒന്നും ഇല്ലല്ലോ? ഓക്കെ അല്ലേ? ഓരോ ഡിപ്പാർട്ട്മെന്റുമായിട്ട് നമ്മൾ അവിടെ എന്ന് പറയുന്ന കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റർ നമ്മൾ 32 ഒരു ബൾക്കായിട്ടൊരു 32 പോയിന്റുകളാണ് നമ്മൾ പഠിച്ചത്. ആ ഓരോ പോയിന്റിലും നമ്മൾ ഓരോ ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന സൂചകങ്ങളെ ഇത് സെപ്പറേറ്റ് ചെയ്ത് പഠിക്കുകയാണ് ഇപ്പൊ നമ്മൾ ചെയ്യുന്നത് കേട്ടോ. അപ്പൊ നമ്മൾ രണ്ടെണ്ണം കഴിഞ്ഞു. നമ്മുടെ നഴ്സിംഗ് ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന നഴ്സിംഗ് ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഇൻഡിക്കേറ്റർ കണ്ടു. ഇൻഫെക്ഷൻ കൺട്രോളുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നത് നമ്മൾ കണ്ടു. ഇനി നമുക്ക് മൂന്നാമത്തെ ഡിപ്പാർട്ട്മെന്റ് ഏതാണ്? ICU അഥവാ എമർജൻസി അല്ലെ. അത്യാഹിത വിഭാഗവും പിന്നെ എന്താണ് നമ്മുടെ തീവ്രപരിചരണ വിഭാഗവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഇൻഡിക്കേറ്റേഴ്സ് ഏതൊക്കെയാണ്? അവിടെ ഏറ്റവും ഇമ്പോർട്ടന്റ് പങ്ക് വഹിക്കുന്ന വ്യക്തി ആരാണ്? നഴ്സിംഗ് എഡ്യൂക്കേറ്റർ ഇൻ ICU. നഴ്സിംഗ് എഡ്യൂക്കേറ്റർ എന്ന് പറഞ്ഞാൽ ആരാണ്? രജിസ്റ്റേർഡ് നഴ്സ് ആണ് കേട്ടോ. രജിസ്റ്റേർഡ് നഴ്സ് ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, സെൻട്രൽ അതുപോലെ സ്റ്റേറ്റ് നഴ്സിംഗ് കോഴ്സ് സർട്ടിഫൈഡ് ചെയ്തിട്ടുള്ള നഴ്സുമാരാണ് കേട്ടോ. അപ്പൊ ഈ ICUയിൽ വരുന്ന രജിസ്റ്റേർഡ് നഴ്സ്, അതുപോലെ എമർജൻസിയിൽ വരുന്ന അതായത് അത്യാഹിത വിഭാഗം കേട്ടോ, കാഷ്വാലിറ്റിയിൽ വരുന്ന നഴ്സിംഗ് എഡ്യൂക്കേറ്റർ, അവരാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നത്. അവിടുത്തെ കാര്യങ്ങൾക്കൊക്കെ ഏറ്റവും കൂടുതൽ നേതൃത്വം വഹിക്കുന്ന വ്യക്തികൾ അവരായിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം ICU എമർജൻസി ആയിട്ടൊക്കെ ബന്ധപ്പെട്ട് വരുന്ന ഇൻഡിക്കേറ്റേഴ്സ് ഏതൊക്കെയാണ്. അപ്പൊ ഏതൊക്കെയാണ്? ഒന്നാമത്തെ പോയിന്റ് എന്താണ്? ടൈം ഫോർ ഇനീഷ്യൽ ഇവാലുവേഷൻ ഓഫ് എമർജൻസി പേഷ്യന്റ് അല്ലെ. നമ്മൾ അവിടെ ഇത് പറഞ്ഞപ്പോ നഴ്സിംഗ് ഡിപ്പാർട്ട്മെന്റ് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു ടൈം ടേക്കൺ ഫോർ ദ ഇൻപേഷ്യൻസ് അല്ലെ. അപ്പൊ പറഞ്ഞിരുന്നു കേട്ടോ. നഴ്സിംഗ് ഡിപ്പാർട്ട്മെന്റിലെ എല്ലാ പോയിന്റും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ അടുത്തത് എന്താണ് നമ്മളത് പറഞ്ഞുകൊണ്ടിരുന്നത്? ഓക്കെ, ICU അഥവാ എമർജൻസി അല്ലെ, എമർജൻസി ഡിപ്പാർട്ട്മെന്റ്. 12ാമത്തെ പോയിന്റ് ഇതാണ്. ടൈം ഫോർ 4 വരി പറഞ്ഞുള്ളൂ ആണോ? അപ്പൊ നിങ്ങളോട് ചോദിച്ചപ്പോ നിങ്ങൾ ഓക്കെ എന്നാണല്ലോ പറഞ്ഞത്. 4ാമത്തെ പോയിന്റ് വരെ ഞാൻ പറഞ്ഞുള്ളൂ. ഓക്കെ, 4ാമത്തെ പോയിന്റ് വരെ പറഞ്ഞോളൂ അല്ലെ. ഓക്കെ, അപ്പൊ തന്നെ പറയണ്ടേ നിങ്ങള്? ഞാൻ 2 ബാച്ചിന് എടുക്കുന്ന അറിഞ്ഞുകൊണ്ടേ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോ ജസ്റ്റ് എഴുതി വെക്കാറുണ്ട്. ഞാൻ ഇവിടെ അങ്ങനെയാണ് എഴുതി വെച്ചത്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ അപ്പൊ തന്നെ പറയണോ കേട്ടോ. നിങ്ങൾ ഇതിന് റെസ്പോണ്ട് ചെയ്യാതിരിക്കുമ്പോഴാണ് പ്രശ്നം. ഓക്കെ, അപ്പൊ ഒരു കാര്യം ചെയ്യാം, നമുക്ക് നഴ്സിംഗ് ഡിപ്പാർട്ട്മെന്റിലെ 4ാമത്തെ പോയിന്റ് വരെ പറഞ്ഞോളൂ എന്നല്ലേ പറഞ്ഞേ? ശരി, അപ്പൊ നമുക്ക് അവിടേക്ക് നോക്കാം കേട്ടോ. അതൊന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇതിലേക്ക് പോവാം. ഓക്കെ, അതൊന്ന് പറയാം കേട്ടോ. 4ാമത്തെ പോയിന്റ് നമ്മൾ പറഞ്ഞാൽ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? സെന്റിനൽ ഇവന്റ് അല്ലെ. സെന്റിനൽ ഇവന്റ് കേട്ടോ. സെന്റിനൽ ഇവന്റ് എന്ന് പറഞ്ഞ എന്താണ്? പ്രതികൂലമായിട്ട് വരുന്ന ചില സംഭവങ്ങൾ അല്ലെ. ഞാൻ പറഞ്ഞിരുന്നു ആ ഒരു രോഗിയുടെ രോഗവുമായിട്ട് ബന്ധപ്പെട്ടല്ല, അല്ലാതെ അവർക്ക് മരണം സംഭവിക്കുന്നതോ അല്ലെങ്കിൽ അവർക്ക് ഫിസിക്കലായിട്ടോ മെന്റലി ആയിട്ട് എന്തെങ്കിലും എന്താ പറയാ പ്രതികൂലം അല്ലെങ്കിൽ എന്തെങ്കിലും മോശം ഉണ്ടാക്കുന്ന ചില കാര്യങ്ങളെയാണ് സെന്റിനൽ ഇവന്റ് എന്ന് പറയുന്നത്. അത് ഞാൻ പറഞ്ഞിരുന്നു തോന്നുന്നു. വയറുവേദനയ്ക്ക് ട്രീറ്റ്മെന്റ് ആയിട്ട് വരുന്ന ഒരാള്, ഓക്കെ, അയാള് ബാത്റൂമിനകത്ത് പോകുന്ന സമയത്ത് പെട്ടെന്ന് തെന്നി വീണിട്ട് അയാള് ഹെഡ് ഇഞ്ചുറി സംഭവിക്കുകയാണ്. അപ്പൊ അയാൾ വന്ന കാരണം എന്താണ്? വന്ന കാരണം വയറുവേദനയ്ക്ക് ട്രീറ്റ്മെന്റിന് വേണ്ടി വന്നതാണ്. പക്ഷെ അയാൾക്ക് അപകടം സംഭവിക്കുന്നത് എന്തുമൂലമാണ്? ആ ഒരു ബാത്റൂമില് തെന്നി വീണതുകൊണ്ട് അയാൾക്ക് ഹെഡ് ഇഞ്ചുറി വരികയാണ് അല്ലെ. അപ്പൊ അതെന്ന് പറഞ്ഞാൽ അവർക്ക് ഒരു മുറിവുണ്ടാക്കുകയാണ് അവിടെ അല്ലെ. ചുരുക്കി പറഞ്ഞാൽ അത് ഒരു അൺആന്റിസിപ്പേറ്റഡ് ഇവന്റ് ആണ്, അപ്രതീക്ഷിതമായിട്ട് നടന്നൊരു സംഭവമാണ്. അതങ്ങനെ വരുന്ന ആരും പ്രതീക്ഷിച്ചതല്ല. അത്തരത്തിലുള്ള സംഭവങ്ങളെയാണ് നമ്മൾ സെന്റിനൽ ഇവന്റ്സ് എന്ന് പറഞ്ഞത്. അതാണ് ഇറ്റ് ഈസ് ആൻ അൺആന്റിസിപ്പേറ്റഡ് ഇവന്റ് എന്ന് പറഞ്ഞത്. അപ്പൊ അത്തരം സംഭവങ്ങളുടെ ശതമാനം, അതാണ് നമ്മൾ അവിടെ 4ാമത്തെ പോയിന്റ് പറഞ്ഞത്. 5ാമത്തെ പോയിന്റ് എന്താണ്? പെർസെന്റേജ് ഓഫ് നിയർ മിസ്സസ് കേട്ടോ. നിയർ മിസ് നമ്മൾ കീ പെർഫോമൻസ് ഇൻഡിക്കേറ്ററിൽ പഠിച്ചതാണ്. ആ ക്ലാസ് അറ്റൻഡ് ചെയ്യാത്തവർക്ക് ഇത് ബുദ്ധിമുട്ടുണ്ടാവും കേട്ടോ. ആ ക്ലാസ് കേൾക്കാത്തവർക്ക് ഞാൻ ഈ പറയുന്ന പോയിന്റുകൾ ക്ലിയർ ആവില്ല. അതെല്ലാം നമ്മൾ വളരെ വിശദമായിട്ട് പറഞ്ഞു പോയിട്ടുണ്ട് കേട്ടോ.
നിയർ മിസ് എന്ന് പറഞ്ഞാലും അന്ന് ഞാൻ പറഞ്ഞിരുന്നു അല്ലെ, അതായത് ഒരു പേഷ്യന്റിന് ട്രീറ്റ്മെന്റ് കൊടുക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന എന്തെങ്കിലും തെറ്റുകളായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോ പെശകുകളായിരിക്കാം, പക്ഷെ ബാക്കി വശാൽ എന്താണ് ആ രോഗിക്ക് യാതൊരു വിധത്തിലും ദോഷം വരുത്തുന്നില്ല എന്ന് പറഞ്ഞപ്പോ ഒരു റിസ്റ്റില് നമ്മുടെ കൈത്തണ്ടയില് സർജറി ചെയ്യേണ്ട ഒരു പേഷ്യന്റ്, അപ്പൊ നമ്മുടെ സർജൻ എന്ത് ചെയ്യാണ്, കൈത്തണ്ടയില് ഓപ്പറേറ്റ് ചെയ്യുന്നതിന് പകരം നമ്മുടെ ഷോൾഡറിന്റെ ഭാഗത്ത് ഓപ്പറേറ്റ് ചെയ്യാനുള്ള തയ്യാറെടുപ്പുകൾ ചെയ്യാണ്, ഓപ്പറേഷൻ തിയേറ്ററിൽ തയ്യാറെടുപ്പുകൾ നടത്തുകയാണ്. പക്ഷെ പെട്ടെന്ന് അനസ്തേഷ്യോളജിസ്റ്റ് അത് നോട്ടീസ് ചെയ്യാണ്, അങ്ങനൊരു സംഭവം. അദ്ദേഹം പെട്ടെന്ന് തന്നെ സർജൻ അലർട്ട് ചെയ്യാണ്, ഇത് ഷോൾഡറിലല്ല റിസ്റ്റിലാണ് ചെയ്യുന്നത്. അപ്പൊ അവിടെ ഒന്ന് ആലോചിച്ച് നോക്കി, സംഭവിക്കാൻ സാധ്യതയുണ്ടായിരുന്ന ഒരു അപകടമാണ്, പക്ഷെ ഭാഗ്യത്തിന് സംഭവിച്ചില്ല അല്ലെ, സംഭവിക്കുകയും ചെയ്തില്ല, അത് രോഗിക്ക് വേറെ ദോഷമൊന്നും ഉണ്ടാക്കിയില്ല. അപ്പൊ അങ്ങനെയുള്ള കേസുകളെയാണ് നമ്മൾ നിയർ മിസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നിയർ മിസ് എന്താന്നുള്ളത് അവിടെ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. മൈറ്റ് ഹാവ് ഹാപ്പൻ ബട്ട് നോട്ട് ഹാപ്പൻ, സംഭവിക്കാൻ സാധ്യതയുള്ളതായിരുന്നു പക്ഷെ എന്ത് ചെയ്തില്ല, സംഭവിച്ചില്ല. അതന്നെ തലനാരിക്ക് രക്ഷപ്പെട്ടു അത് പറഞ്ഞില്ലേ, ആ സംഭവം ട്ടോ. പിന്നെ ആറാമത്തെ പോയിന്റ് എന്താ പറയുന്നത്, പ്രോപ്പർ ഹാൻഡ് ഓവേഴ്സ് ഡ്യൂറിങ് ദ ഷിഫ്റ്റ് ചേഞ്ച് അല്ലെ, അപ്ലിക്കബിൾ ടു ഡോക്ടേഴ്സ് ആൻഡ് നഴ്സസ് പെർ പേഷ്യന്റ് പെർ ഷിഫ്റ്റ് എന്നാണ് പറയുന്നത്. എന്താണ് പ്രോപ്പർ ഹാൻഡ് ഓവേഴ്സ് ഡ്യൂറിങ് ദ ഷിഫ്റ്റ് ചേഞ്ച്? അതായത് ഡ്യൂട്ടി ചേഞ്ച് ചെയ്യുന്ന സമയം ഉണ്ടാവില്ല, പിന്നെ നഴ്സുമാരായാലും ഡോക്ടർമാരും ഇപ്പൊ ഡേ ടൈമിൽ വർക്ക് ചെയ്യുന്നവരുണ്ടാവും, അത് കഴിഞ്ഞവര് പിന്നെ അവർ പോകാൻ ടൈം കഴിഞ്ഞ് അടുത്ത ഡോക്ടർ അല്ലെങ്കിൽ അടുത്ത നഴ്സ് അടുത്ത നൈറ്റ് ടൈം കയറും അല്ലെ. അപ്പൊ ആ ഒരു ഷിഫ്റ്റ് ചേഞ്ച് ചെയ്യുന്ന സമയത്ത് രോഗിയുടെ എല്ലാ വിവരങ്ങളും എന്താണ് വളരെ പ്രോപ്പർ ആയിട്ട് എന്ത് ചെയ്തിരിക്കണം, ഹാൻഡ് ഓവർ ചെയ്തിരിക്കണം, കൈമാറിയിരിക്കണം അല്ലെ. ഇപ്പൊ ഡേ ടൈമിൽ നിന്ന് നഴ്സ് ആണെങ്കിൽ അവരുടെ ഷിഫ്റ്റ് തീരുമ്പോൾ അടുത്ത നഴ്സ് കയറുന്നതിനേക്കാൾ മുമ്പ് ആ വരുന്ന നഴ്സിന് ഈ പേഷ്യന്റിന്റെ ഫുൾ ഡീറ്റെയിൽസ് ഹാൻഡ് ഓവർ ചെയ്തിരിക്കണം അല്ലെ. അവർക്ക് കൊടുക്കുന്ന മരുന്നുകള്, അവർക്ക് ഏതൊക്കെ സമയത്ത് മരുന്നുകൾ കൊടുക്കണം, എന്തൊക്കെ മരുന്നുകൾ കൊടുക്കണം, ഏത് ഡോസിൽ കൊടുക്കണം, അവരുടെ നിലവിലെ ഹെൽത്ത് സ്റ്റാറ്റസ് എന്താണ്, അവരുടെ ഹെൽത്തിൽ എന്തെങ്കിലും ഇംപ്രൂവ്മെന്റ്സ് ഉണ്ടോ എന്ന് പറഞ്ഞോണം ആ ഒരു പേഷ്യന്റുമായിട്ട് ബന്ധപ്പെട്ട പൂർണ്ണമായിട്ടുള്ള വിവരങ്ങള് കൃത്യമായിട്ട് എന്ത് ചെയ്യണം, ഹാൻഡ് ഓവർ ചെയ്യണം. മനസ്സിലായോ? പകുതി കാര്യങ്ങൾ ഹാൻഡ് ഓവർ ചെയ്താൽ പോലെ ഫുൾ കാര്യങ്ങൾ, അത് ഓരോരോ പേഷ്യന്റിന്റെ അല്ലെ, ഓരോ പേഷ്യൻസ് പല പല സാഹചര്യങ്ങളായിട്ട് വന്ന ആൾക്കാരായിരിക്കും, അപ്പൊ ഓരോരുത്തരുടെ അങ്ങനെ പ്രോപ്പർ ആയിട്ട് ഹാൻഡ് ഓവർ ചെയ്തിരിക്കണം. അതാണ് അവിടെ പറയേണ്ടത് കേട്ടോ. പ്രോപ്പർ ഹാൻഡ് ഓവേഴ്സ് ഡ്യൂറിങ് ഷിഫ്റ്റ് ചേഞ്ച് പെർ പേഷ്യന്റ് പെർ ഷിഫ്റ്റ് കേട്ടോ. അടുത്തത് എന്താണ്, ഏഴാമത്തെ പോയിന്റ്, ഇൻസിഡൻസ് ഓഫ് പേഷ്യന്റ് ഐഡന്റിഫിക്കേഷൻ എറേഴ്സ്. ആ പേരിൽ തന്നെ നമുക്ക് ഊഹിക്കാം അല്ലെ, ഇൻസിഡൻസ് ഓഫ് പേഷ്യന്റ് ഐഡന്റിഫിക്കേഷൻ എറേഴ്സ്. അതായത് ഈ പേഷ്യന്റിന്റെ ഐഡന്റിഫിക്കേഷൻ, തിരിച്ചറിയലിൽ വരുന്ന ചില തെറ്റുകൾ അല്ലെ, അങ്ങനെയുള്ളതിന്റെ ശതമാനമാണ് അവർ പറയുന്നത്. ഇപ്പൊ ഒരേ പേരിൽ തന്നെ 2, 3, 4 ആൾക്കാരുണ്ടെന്ന് വിചാരിക്കാം, അപ്പൊ അവിടെ എന്താണ് ഐഡന്റിഫിക്കേഷൻ എറർ വരാനുള്ള സാധ്യത കൂടുതലാണ് അല്ലെ. ഇപ്പൊ ഒരു ഫാത്തിമ എന്ന് പറയുന്ന ഒരു കുട്ടിയുണ്ട്, ഫാത്തിമ പി എന്ന് പറഞ്ഞൊരു പേഷ്യന്റ് ഉണ്ട്, കുട്ടിയല്ല പേഷ്യന്റ് ഉണ്ടെന്ന് വിചാരിക്കാം. അപ്പൊ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോലെ നിശ്ചിത വ്യത്യാസമല്ലേ ഉള്ളൂ. ഫാത്തിമ പിക്ക് കൊടുക്കുന്ന ട്രീറ്റ്മെന്റ് ചിലപ്പോൾ ഫാത്തിമയ്ക്ക് ആവും കൊടുക്കുന്നത്, അല്ലെങ്കിൽ ഫാത്തിമയ്ക്ക് കൊടുക്കുന്ന ട്രീറ്റ്മെന്റ് ഫാത്തിമ പിക്ക്, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോവാം, അല്ലെങ്കിൽ മരുന്നുകളുടെ ഡോസ് മാറുക, മരുന്നുകൾ മാറുക, അങ്ങനെ എന്ത് വേണമെങ്കിലും വരാം അല്ലെ. അപ്പൊ അത്തരത്തിൽ എന്താണ് പേഷ്യന്റിന്റെ ഐഡന്റിഫിക്കേഷനിൽ വരുന്ന തെറ്റുകളുടെ ശതമാനം. ഓക്കെ, അതാണ് ഏഴാമത്തെ പോയിന്റ്. എട്ടാമത്തെ പോയിന്റ് എന്താണ്, അഡ്ഹിയറൻസ് ടു ഹാൻഡ് ഹൈജീൻ പ്രാക്ടീസ്. അഡ്ഹിയറൻസ് ടു ഹാൻഡ് ഹൈജീൻ പ്രാക്ടീസ്, അതായത് നമ്മുടെ കൈകളുടെ ശുചിത്വം പാലിക്കുന്നതിന്റെ നിരക്കാണ് കേട്ടോ. നമുക്കറിയാം ഹാൻഡ് വാഷിംഗ് സ്റ്റെപ്സ് ഒക്കെ നമ്മൾ പഠിച്ചതാണ് അല്ലെ. അപ്പൊ കൈ എപ്പോഴും വൃത്തിയാക്കി വെക്കുക എന്നുള്ളത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അങ്ങനെ ചെയ്താൽ തന്നെ ഒരുപാട് ഇൻഫെക്ഷൻസ് നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും അല്ലെ. അപ്പൊ ഹാൻഡ് ഹൈജീൻ, അഡ്ഹിയറൻസ് ടു ഹാൻഡ് ഹൈജീൻ പ്രാക്ടീസ്, അത്തരത്തിൽ കൈ ശുചിത്വം പാലിക്കുന്നതിന്റെ ശതമാനം. ഓക്കെ, അത് ഒരു ഇമ്പോർട്ടന്റ് ഇൻഡിക്കേറ്റർ ആണ്. പിന്നെന്താണ് ഒൻപതാമത്തെ പോയിന്റ്, നഴ്സ് ടു പേഷ്യന്റ് റേഷ്യോസ് ഫോർ ICUs ആൻഡ് വാർഡ്സ്. അതായത് ICUലും വാർഡുകളിലുമുള്ള നഴ്സ് ടു പേഷ്യന്റ് റേഷ്യോ. അത് ICUടെ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്, 1:1 or 1:2 ആണ് അല്ലെ. ഒരു പേഷ്യന്റിന് സെർവ് ചെയ്യാൻ ഒരു നഴ്സ്, അല്ലെങ്കിൽ 2 പേഷ്യന്റിന് സെർവ് ചെയ്യാൻ ഒരു നഴ്സ്, അങ്ങനെയാണ് ICUലെ അനുപാതം. വാർഡിലോട്ട് വരുവാണെങ്കിൽ ജനറൽ വാർഡൊക്കെ ആണെങ്കിൽ 1:6 ആണ് കേട്ടോ. അതായത് 1 nurse is serving for 6 patients. 6 പേഷ്യൻസിന് സെർവ് ചെയ്യാൻ ഒരു നഴ്സ് എന്നുള്ള രീതിയിലായിരിക്കും അവിടെ പ്രൊപ്പോർഷൻ വരാം. അപ്പൊ അതെല്ലാം ഇതൊക്കെയാണ് എന്ത് നഴ്സിംഗ് ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഇൻഡിക്കേറ്റേഴ്സ്. ക്ലിയർ ആണോ പറഞ്ഞത്? എല്ലാ പോയിന്റ് ആയില്ലേ? ഓക്കെ ആണല്ലോ. പിന്നെ ഇൻഫെക്ഷൻ കൺട്രോൾ നമ്മൾ പഠിച്ചു, ICU എമർജൻസി, ICU എമർജൻസി ആണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് അല്ലെ. ഓക്കെ, അപ്പൊ ഒന്നാമത്തെ പോയിന്റ് ഇതാണ്.
ടൈം ഫോർ ഇനീഷ്യൽ ഇവാലുവേഷൻ ഓഫ് എമർജൻസി പേഷ്യന്റ് അല്ലെ, ഈ വരുന്ന അത്യാഹിത വിഭാഗത്തിൽ വരുന്ന ആ ഒരു പേഷ്യന്റിന്റെ പ്രാഥമിക വിലയിരുത്തലിനെടുത്ത സമയം. ടൈം ടേക്കൺ ഫോർ ദ ഇൻപേഷ്യന്റ് നമ്മൾ അവിടെ പറഞ്ഞില്ലേ, സെയിം തന്നെ എന്താണ് എമർജൻസി പേഷ്യന്റിന് വേണ്ടിയിട്ട് പ്രാഥമിക വിലയിരുത്തലിനായിട്ട് എടുത്തിട്ടുള്ള സമയം. അതൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സൂചകമാണ്. ഓക്കെ, രണ്ടാമത്തെ പോയിന്റ് ഇതാണ്, റിട്ടേൺ ടു ദ എമർജൻസി ഡിപ്പാർട്ട്മെന്റ് വിത്തിൻ 72 hours വിത്ത് സിമിലർ പ്രസന്റിംഗ് കംപ്ലൈൻസ്. അതൊക്കെ അവിടെ പറഞ്ഞ അതേ പോയിന്റ് ആണ് കേട്ടോ. അതായത് ഇപ്പൊ ഒരു എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ വരുന്ന ഒരു പേഷ്യന്റ്, എന്തെങ്കിലും കാരണം കൊണ്ട് വരുന്ന പേഷ്യന്റ്, അവർക്ക് ഇപ്പൊ ഒരു വയറുവേദനയായിട്ട് വരുന്ന ഒരു പേഷ്യന്റ് ഇവിടെ വരികയാണ്, കാഷ്വാലിറ്റിയിലോട്ട് വരികയാണ്. അപ്പൊ അവര് ഡോക്ടർ കൺസൾട്ട് ചെയ്യുന്നു, മരുന്നൊക്കെ കൊടുത്തിട്ട് അവരെ പറഞ്ഞയക്കുകയാണ്. ഓക്കെ, പക്ഷെ അത് കഴിഞ്ഞ് ഒരു 72 മണിക്കൂറിന് ശേഷം ഇതേ സെയിം ആയുർവേദന പ്രശ്നങ്ങളും ലക്ഷണങ്ങളുമായിട്ട് ആ രോഗി ഇങ്ങോട്ടേക്ക് തിരിച്ചു വരേണ്ടി വരികയാണ്, നമ്മുടെ കാഷ്വാലിറ്റിയിലേക്ക് തിരിച്ചു വരേണ്ടി വരികയാണ്. അങ്ങനെയുള്ള സാഹചര്യങ്ങളുടെ ശതമാനം. ഓക്കെ, ഇതാണ് റിട്ടേൺ ടു ദ എമർജൻസി ഡിപ്പാർട്ട്മെന്റ് വിത്തിൻ 72 hours വിത്ത് സിമിലർ പ്രസന്റിംഗ് കംപ്ലൈൻസ്. പല കാരണങ്ങൾ കൊണ്ടാവാം. ആദ്യം വന്നപ്പോ കൊടുത്ത ട്രീറ്റ്മെന്റ് ചിലപ്പോൾ ശരിയായിരിക്കില്ല, അല്ലെങ്കിൽ അന്നേരം കൊടുത്ത മരുന്ന് കറക്റ്റ് ആയാലും രോഗനിർണയം കറക്റ്റ് ആയിട്ടുണ്ടാവില്ല. അതുകൊണ്ടാണ് അതേ സെയിം പ്രശ്നം അവർക്ക് വന്നതും അതിന്റെ പേരിൽ വീണ്ടും അവർക്ക് തിരിച്ചു വരേണ്ടതായിട്ട് വന്നത്. അപ്പൊ അങ്ങനെ വരുന്ന കേസുകളുടെ ശതമാനം. ഓക്കെ, മൂന്നാമത്തെ പോയിന്റ് അതവിടെ നമ്മൾ പഠിക്കാത്ത ഒരു പോയിന്റ് ആണ്, അപ്പൊ അതൊന്ന് പ്രത്യേകം നോട്ട് ചെയ്യാം കേട്ടോ. റീ ഇൻക്യുബേഷൻ റേറ്റ് ആണ് കേട്ടോ. റീ ഇൻക്യുബേഷൻ റേറ്റ് ഏതൊരു വാക്കിന്റെ കൂടെ റീ എന്ന് കാണുമ്പോൾ എന്താണ്, ഒരു വീണ്ടും, രണ്ടാമത് എന്നൊക്കെയുള്ള അർത്ഥമാണ്. റിവിഷൻ അല്ലെ, റീ ഇൻക്യുബേഷൻ, റീയൂണിയൻ എന്നൊക്കെ പറയുന്നത് എന്താണ്, റീ പറയുമ്പോൾ എന്താണ്, രണ്ടാമത് വരുന്ന ഒരു സാഹചര്യമാണ് അല്ലെ. വീണ്ടും വീണ്ടും എന്നുള്ള ഒരു റിക്കറിയ എന്നുള്ള അർത്ഥമാണ് അല്ലെ, റിപ്പീറ്റ് ചെയ്ത് വരിക എന്നുള്ള മീനിങ് ആണ്. അപ്പൊ നോക്കൂ, റീ ഇൻക്യുബേഷൻ, ഇൻക്യുബേഷൻ ട്യൂബ് അല്ലെ, എന്താണ് അവിടെ ഇൻക്യൂ. അപ്പൊ ആദ്യം തന്നെ നമുക്ക് ഇൻക്യുബേഷൻ എന്താണെന്ന് പഠിച്ചാൽ റീ ഇൻക്യുബേഷൻ എളുപ്പം മനസ്സിലാക്കാം. എന്താണ് ഇൻക്യുബേഷൻ എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, എന്താണ്, ട്യൂബ് ഈസ് ഇൻസേർട്ടഡ് ഇൻ ടു എ പേഷ്യൻസ് എയർവേ. ട്യൂബ് ഈസ് ഇൻസേർട്ടഡ് ഇൻ ടു ദ പേഷ്യൻസ് എയർവേ, അതായത് രോഗിയുടെ ശ്വസന നാളമുണ്ടല്ലോ, ശ്വാസനാളം, ആ ഒരു ശ്വാസനാളത്തിലോട്ട് ഒരു ട്യൂബ് നമ്മൾ ഇൻസേർട്ട് ചെയ്യാനാണ്. എന്തിനു വേണ്ടിയിട്ടാണ്, ടു പ്രൊവൈഡ് ദ ഈസി വെന്റിലേഷൻ. ഓക്കെ, നല്ല രീതിയിൽ വായുപ്രവാഹം നടക്കാനായിട്ട്. പ്രധാനമായിട്ട് നമ്മൾ അനസ്തേഷ്യ കൊടുക്കുന്ന സമയത്ത്, അനസ്തേഷ്യ കൊടുത്തിട്ട് നമ്മൾ സർജറി ഒക്കെ ചെയ്യില്ലേ, അപ്പൊ അത്തരം സാഹചര്യങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യും, ഇൻക്യുബേഷൻ കൊടുക്കും രോഗിക്ക്. എന്ന് വെച്ചാൽ ഈ ഒരു പ്രൊസീജിയർ ചെയ്യുന്ന സമയത്ത് എന്താവാനായിട്ട് പാടില്ല, യാതൊരു കാരണവശാലും ബ്രീത്തിങ് ഡിഫിക്കൽട്ടി വരാനായിട്ട് പാടില്ല. ഓക്കെ, അപ്പൊ അവരുടെ എയർവേ, അവരുടെ ട്രക്കിയ എന്നാണ് പറയുക. ട്രക്കിയ എന്ന് പറഞ്ഞാൽ എന്താണ്, ശ്വാസനാളമാണ് കേട്ടോ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ആ ഒരു ഹ്യൂമൻ ഇത് കണ്ടാൽ അറിയാൻ പറ്റും, ഇവിടുന്ന് ഒരു ശ്വാസനാളം, ആ ശ്വാസനാളം ഇങ്ങനെ പോയിട്ട് എന്താ പറയാ, ശ്വാസന നാളി എന്നാണ് പറയാം. അത് രണ്ട് ഇതായിട്ട് ട്യൂബുകളായിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ടാണ് രണ്ട് ശ്വാസകോശത്തിലോട്ടായിട്ട് പോകുന്നത്. ഓക്കെ, ആ ഒരു ശ്വസന നാളിനെയാണ് നമ്മൾ ട്രക്കിയ എന്ന് പറയുന്നത്. ഈ ട്രക്കിയയുടെ ഉള്ളിലേക്ക് നമ്മൾ ഇൻസേർട്ട് ചെയ്യുന്ന ഒരു ട്യൂബാണ്. എന്തിനു വേണ്ടിയിട്ടാണ്, ആ ഒരു വായു പ്രവാഹം, ശ്വസനം ഒരു തരത്തിലും ഇന്ററപ്റ്റ് ചെയ്യാതിരിക്കാൻ, തടസ്സപ്പെടുത്താതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അതാണ് ഇൻക്യുബേഷൻ എന്ന് പറയുന്നത്. അപ്പൊ റീ ഇൻക്യുബേഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അവിടെ ഉദ്ദേശിക്കുന്നത്, ഇത്തരം പ്രൊസീജിയർ ചെയ്യുന്ന സമയത്ത് ട്യൂബ് ഇൻസേർട്ട് ചെയ്യും. ഓക്കെ, ട്യൂബ് ഇൻസേർട്ട് ചെയ്തു, പ്രൊസീജിയർ ഒക്കെ കഴിഞ്ഞു കഴിയുമ്പോൾ ആ ഒരു ട്യൂബ് നമ്മൾ റിമൂവ് ചെയ്യാണ്. പക്ഷെ റിമൂവ് ചെയ്ത് പെട്ടെന്ന് തന്നെ രോഗിക്ക് ഒരു റെസ്പിറേറ്ററി ഫെയിലിയർ വരികയാണ്, ശ്വാസം മുട്ടൽ അല്ലെങ്കിൽ ശ്വാസ തടസ്സമൊക്കെ വരികയാണെങ്കിൽ നമുക്ക് വീണ്ടും എന്ത് ചെയ്യേണ്ടതായിട്ട് വരും, ഈ ട്യൂബ് അവരിലേക്ക് ഇൻസേർട്ട് ചെയ്യേണ്ടതായിട്ട് വരും. റീ ഇൻക്യുബേഷൻ ആണ്. ഓക്കെ, അപ്പൊ ആ ഒരു അങ്ങനെ ചെയ്യേണ്ടി വരുന്ന സംഭവങ്ങളുടെ അത്തരം കേസുകളുടെ ശതമാനമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് വായിക്കാം. റീ ഇൻക്യുബേഷൻ എന്താണ്, റീ ഇൻക്യുബേഷൻ. റീ ഇൻക്യുബേഷൻ വാസ് ഡിഫൈൻഡ് ആസ് ഇൻക്യുബേഷൻ ആഫ്റ്റർ എക്സ്ട്യൂബേഷൻ. എക്സ്ട്യൂബേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ആ ട്യൂബ് പുറത്തേക്ക് എടുക്കുക, റിമൂവ് ചെയ്യുന്നതിനാണ് എക്സ്ട്യൂബേഷൻ എന്ന് പറയുന്നത്. അപ്പൊ അത് എക്സ്ട്യൂബേഷൻ കഴിഞ്ഞിട്ട് വീണ്ടും എന്ത് ചെയ്യാണ്, വീണ്ടും നമുക്ക് ഇൻക്യുബേഷൻ നടത്താൻ സാഹചര്യം വരികയാണ്. ഓക്കെ, അതാണ് കേട്ടോ ഇൻക്യുബേഷൻ ആഫ്റ്റർ എക്സ്ട്യൂബേഷൻ ഓഫ് ദി പേഷ്യന്റ് who had been initially tracheal intubated under general anesthesia or combined general and regional anesthesia. ജനറൽ അനസ്തേഷ്യ കൊടുക്കുമ്പോഴോ അല്ലെങ്കിൽ റീജിയണൽ അനസ്തേഷ്യ കൊടുക്കുമ്പോൾ രോഗിയുടെ ട്രക്കിയയിലോട്ട്, ട്രക്കിയ മീൻസ് ശ്വസന നാഡിയിലേക്ക് ഇൻക്യുബേറ്റ് ചെയ്തിട്ടുണ്ടോ, ആദ്യം ഇൻക്യുബേറ്റ് ചെയ്തതായിരിക്കും, പക്ഷെ എന്താണ്, അത് റിമൂവ് ചെയ്തതിനു ശേഷം വീണ്ടും ശ്വാസം ബുദ്ധിമുട്ട് വന്ന കാരണം കൊണ്ട് ഇൻക്യുബേറ്റ് ചെയ്യണം. അതാണ് റീ ഇൻക്യുബേഷൻ എന്ന് പറയുന്നത് കേട്ടോ. അതൊന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കാം. അത്തരം കേസുകളുടെ ശതമാനം. ക്ലിയർ ആണോ പറഞ്ഞത്? ക്ലിയർ അല്ലേ? അപ്പൊ മൂന്നാമത്തെ ഡിപ്പാർട്ട്മെന്റും അവിടെ ബന്ധപ്പെട്ട ഇൻഡിക്കേറ്റേഴ്സ് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു.
ഇനി നെക്സ്റ്റ് വരുന്നതാണ് നാലാമത്തെ കേട്ടോ. നാലാമത്തെ ഡിപ്പാർട്ട്മെന്റ് ആണ് ഓപ്പറേഷൻ തിയേറ്റർ ഓർ അനസ്തേഷ്യ കേട്ടോ. ഓപ്പറേഷൻ തിയേറ്റർ അഥവാ അനസ്തേഷ്യയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഇൻഡിക്കേറ്റേഴ്സ് ഏതൊക്കെയാണ്? അപ്പൊ ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട റോള് വഹിക്കുന്ന വ്യക്തി ആരായിരിക്കും? നഴ്സിംഗ് എഡ്യൂക്കേറ്റർ ആയിരിക്കും അല്ലെ. ഓപ്പറേഷൻ തിയേറ്ററിലുള്ള നഴ്സിംഗ് എഡ്യൂക്കേറ്റർ ആയിരിക്കും. നമുക്കറിയാം ഓപ്പറേഷൻ തിയേറ്റർ അനസ്തേഷ്യ ഓൾമോസ്റ്റ് കണക്റ്റഡ് ആണ് അല്ലെ. കാര്യം എന്ത് ഓപ്പറേഷൻ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ആവശ്യം വരും? അനസ്തേഷ്യ ആവശ്യമില്ല അല്ലെ. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട ഇൻഡിക്കേറ്റേഴ്സ്. ഒന്നാമത്തെ പോയിന്റ് ഇതാണ്, പെർസെന്റേജ് ഓഫ് മോഡിഫിക്കേഷൻ ഓഫ് അനസ്തേഷ്യ പ്ലാൻ. എന്താണ് പെർസെന്റേജ് ഓഫ് മോഡിഫിക്കേഷൻ ഓഫ് അനസ്തേഷ്യ പ്ലാൻ? അനസ്തേഷ്യ പ്ലാനിൽ വരുന്ന മോഡിഫിക്കേഷൻ അല്ലെ. അനസ്തേഷ്യ പ്ലാനിൽ മോഡിഫിക്കേഷൻ വന്നതിന്റെ ശതമാനം, അല്ലെങ്കിൽ എന്താണ് എത്ര അനസ്തേഷ്യ പ്ലാനുകൾ നമുക്ക് മോഡിഫൈ ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുണ്ട്, അത്തരത്തിലുള്ള കേസുകളുടെ ശതമാനം. അപ്പൊ പല കാരണങ്ങളാവാം അല്ലെ. അനസ്തേഷ്യ നമുക്കറിയാം, അനസ്തേഷ്യ കൊടുക്കുന്ന അതിന് സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ വരണം, അനസ്തേഷ്യോളജിസ്റ്റ് വരണം. അല്ലാതെ വേറൊരു ഡോക്ടറും അത് ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പൊ ചിലപ്പോൾ സർജറിക്ക് റെഡി ആക്കി വെച്ചിട്ടുള്ള പേഷ്യന്റ് അപ്പൊ അനസ്തേഷ്യ സ്പെഷ്യലിസ്റ്റ് ചിലപ്പോൾ വൈകി ഒന്ന് വരാൻ ഡിലേ ആയി. അപ്പൊ അതിനനുസരിച്ച് ആ പ്ലാനിൽ ചെറിയ വ്യത്യാസങ്ങൾ വരും. അപ്പൊ നമ്മൾ പറഞ്ഞു നിർത്തിയത് ഓക്കെ. അതായത് ഇപ്പം അനസ്തേഷ്യ സ്പെഷ്യലിസ്റ്റ് വരാൻ വൈകി ഡിലേ ആയെന്ന് വിചാരിക്കാം. അപ്പൊ സ്വാഭാവികമായിട്ട് നമ്മൾ പ്ലാൻ ചെയ്ത സമയത്ത് നമുക്ക് അനസ്തേഷ്യ കൊടുക്കാനായിട്ട് പറ്റില്ല അല്ലെ. അപ്പൊ ഇങ്ങനെ വരുന്ന അനസ്തേഷ്യ പ്ലാനിൽ വരുന്ന ചില എന്താ പറയാ മോഡിഫിക്കേഷൻസ് ഒക്കെ വരുത്താം അല്ലെ. അല്ലെങ്കിൽ മരുന്നുകളിൽ മാറ്റങ്ങൾ വരുത്താം. ചിലപ്പോൾ പേഷ്യന്റിന്റെ കണ്ടീഷൻ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണെങ്കിൽ നമുക്ക് ആ ഒരു അനസ്തേഷ്യ പ്ലാനിൽ ചിലപ്പോൾ മാറ്റം വരുത്തേണ്ടി വരും. ചിലപ്പോൾ റീജിയണൽ അനസ്തേഷ്യ ഉദ്ദേശിച്ച ആളാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് ജനറൽ അനസ്തേഷ്യ കൊടുക്കേണ്ടതായിട്ട് വരും. അങ്ങനെയൊക്കെ അനസ്തേഷ്യ പ്ലാനിൽ വരുന്ന ചില മോഡിഫിക്കേഷൻസ് അല്ലെ. അത്തരം കേസുകളുടെ ശതമാനമാണ് അവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. പെർസെന്റേജ് ഓഫ് മോഡിഫിക്കേഷൻ ഓഫ് അനസ്തേഷ്യ പ്ലാൻ. ഓക്കെ. രണ്ടാമത്തെ പോയിന്റ് പറയുന്നത് പെർസെന്റേജ് ഓഫ് അൺപ്ലാനഡ് വെന്റിലേഷൻ ഫോളോയിങ് അനസ്തേഷ്യ. പെർസെന്റേജ് ഓഫ് അൺപ്ലാനഡ് വെന്റിലേഷൻ ഫോളോയിങ് അനസ്തേഷ്യ. അനസ്തേഷ്യക്ക് ശേഷം അൺഎക്സ്പെക്ടഡ് ആയിട്ട് അൺപ്ലാനഡ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യും, രോഗിയെ വെന്റിലേറ്ററിലേക്ക് മാറ്റേണ്ടി വരുന്ന സാഹചര്യം. അത്തരം കേസുകളുടെ ശതമാനം ചിലപ്പോൾ സംഭവിക്കാം അല്ലെ. ഇന്നാളടുത്ത് നമ്മുടെ ആലപ്പുഴ മെഡിക്കൽ കോളേജില് അനസ്തേഷ്യയുടെ എന്താ പറയാ പിഴവ് മൂലം ഒരു അമ്മയും കുഞ്ഞൊക്കെ മരണപ്പെട്ടിരുന്നു. ഓക്കെ, നിങ്ങൾ കേട്ടോന്ന് അറിയില്ല. അപ്പൊ അത്തരത്തിൽ എന്താണ് അനസ്തേഷ്യയെ തുടർന്ന് വെന്റിലേഷനിലായിട്ടുള്ള കേസുകളുടെ ശതമാനം അത് അൺഎക്സ്പെക്ടഡ് ആയിട്ടാണ്. അത് പ്ലാൻ ചെയ്യുന്നതല്ല, പെട്ടെന്ന് ആ ഒരു സമയത്തൊരു കോംപ്ലിക്കേഷൻ വന്നിട്ട് അൺഎക്സ്പെക്ടഡ് ആയിട്ട് വെന്റിലേറ്ററിലാകുന്ന കേസുകളുടെ ശതമാനം. ഓക്കെ. അടുത്തത് മൂന്നാമത്തെ പോയിന്റ് ഇതാണ്, പെർസെന്റേജ് ഓഫ് അൺഫേവറബിൾ അനസ്തേഷ്യ ഇവന്റ്സ്. അതായത് ഈ പറയുന്ന പ്രതികൂലമായിട്ടുള്ള ചില അനസ്തേഷ്യ സംഭവങ്ങളുടെ ശതമാനം. ഇതൊക്കെ കൊടുക്കുമ്പോൾ ചിലവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടുകൾ തരാം, ചിലവർ മരണപ്പെടാം അല്ലെ. കാര്യം ആ ഡോസ് ഒക്കെ വളരെ കറക്റ്റ് ആയിരിക്കണം. അതിലൊക്കെ എന്തെങ്കിലും വ്യത്യാസം വന്നു കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നങ്ങൾ വരും പേഷ്യൻസിന് കേട്ടോ. അത്തരത്തിൽ എന്താണ് പ്രതികൂലമായിട്ട് വന്നിട്ടുള്ള അനസ്തേഷ്യ സംഭവങ്ങളുടെയൊക്കെ ശതമാനം. ഓക്കെ. നാലാമത്തെ പോയിന്റ് അനസ്തേഷ്യ റിലേറ്റഡ് മോർട്ടാലിറ്റി റേറ്റ് കേട്ടോ. അനസ്തേഷ്യയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന മരണനിരക്ക്. അനസ്തേഷ്യയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന മരണനിരക്ക്. ഓക്കെ. അഞ്ചാമത്തെ പോയിന്റ് ഇതാണ് പെർസെന്റേജ് ഓഫ് അൺപ്ലാനഡ്. ഇതെല്ലാം നമ്മൾ അനസ്തേഷ്യയായിട്ട് ബന്ധപ്പെട്ട ഇൻഡിക്കേറ്റേഴ്സ് ആണ് പറഞ്ഞത്. ഇനി ഓപ്പറേഷൻ തിയേറ്ററുമായിട്ട് ബന്ധപ്പെട്ട ഇൻഡിക്കേറ്റേഴ്സ് നോക്കാം. പെർസെന്റേജ് ഓഫ് അൺപ്ലാനഡ് റിട്ടേൺ ടു ഓപ്പറേഷൻ തിയേറ്റർ അതെന്ന് പറഞ്ഞിരുന്നു അല്ലെ. ആദ്യം ഒരു ഇനീഷ്യൽ സർജറിക്ക് ശേഷം നമുക്ക് വീണ്ടും ആ രോഗിയെ ഒരു 24-48 മണിക്കൂർ കഴിയുമ്പോൾ വീണ്ടും നമുക്ക് എന്ത് ചെയ്യാണ്, വീണ്ടും ഒന്നും കൂടെ സർജറി ചെയ്യേണ്ട ഒരു സാഹചര്യം വരികയാണ്. അത് ആദ്യം ഇനീഷ്യൽ സർജറി ചിലപ്പോ വന്ന കോംപ്ലിക്കേഷൻ കൊണ്ടാണ് രണ്ടാമത് നമുക്ക് വീണ്ടും ചെയ്യേണ്ടതായിട്ട് വരുന്നത്. അപ്പൊ അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് പെർസെന്റേജ് ഓഫ് അൺപ്ലാനഡ് റിട്ടേൺ ടു OT അല്ലെ. ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് വീണ്ടും റിട്ടേൺ ചെയ്തു അല്ലെ മടങ്ങി പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടാവുന്ന കേസുകളുടെ ശതമാനം. ഓക്കെ. പെർസെന്റേജ് ഓഫ് അൺപ്ലാനഡ് റിട്ടേൺ ടു OT. അടുത്തതാണ് പെർസെന്റേജ് ഓഫ് റീഷെഡ്യൂളിംഗ് ഓഫ് സർജറീസ്.
റീഷെഡ്യൂൾ ചെയ്യേണ്ടി വന്ന സർജറികളുടെ ശതമാനം. അപ്പൊ ചിലപ്പോ പറഞ്ഞ ഡേറ്റില് അല്ലെ, അതിപ്പോ ഡോക്ടറുടെ ഇൻകൺവീനിയൻസ് കാരണം കൊണ്ടോ അല്ലെങ്കിൽ പേഷ്യന്റിന്റെ മറ്റെന്തെങ്കിലും ബുദ്ധിമുട്ട് കാരണം കൊണ്ടോ ചിലപ്പോ പറഞ്ഞ ഡേറ്റിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, സർജറി ചെയ്യാനായിട്ട് പറ്റില്ല. അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മൾ ആ മാറ്റി വെച്ച് ആ സർജറി വേറെ ഏതെങ്കിലും ദിവസത്തേക്ക് നമ്മൾ മാറ്റി വെക്കും, റീഷെഡ്യൂൾ ചെയ്യാറുണ്ട്. അപ്പൊ അത്തരത്തില് റീഷെഡ്യൂൾ ചെയ്യപ്പെട്ട സർജറികളുടെ ശതമാനം, അതാണ് 6th പോയിന്റ് ആയിട്ട് പറയുന്നത് കേട്ടോ. അടുത്തത് 7th പോയിന്റ് കേട്ടോ, 7ാമത്തെ പോയിന്റ് ഇതാണ്. പെർസെന്റേജ് ഓഫ് കേസസ് വേർ ദ ഓർഗനൈസേഷൻ പ്രൊസീജിയർ ടു അമർട്ട് ദ ഹോസ്റ്റൈൽ ഇവന്റ്സ് ലൈക്ക് റോങ് സൈറ്റ്, റോങ് പേഷ്യന്റ് ആൻഡ് റോങ് സർജറി ഹാസ് ബീൻ അഡ്ഹിയർഡ് ടു എന്ന് പറഞ്ഞ അതേ പോയിന്റ് ആണ് കേട്ടോ. റോങ് സൈറ്റില് അല്ലെങ്കിൽ റോങ് പേഷ്യന്റില് തെറ്റായിട്ടുള്ള സർജറികളൊക്കെ ചെയ്യുന്ന അങ്ങനെയൊന്നും വരാതെ, അത്തരത്തിൽ യാതൊരു വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളും വരാതെ സേഫ് ആയിട്ട് നടന്നിട്ടുള്ള സർജറികളുടെ ശതമാനം. അത് ഇത്ര നീട്ടി വലിച്ചു പറയണ്ട, എന്ത് പറഞ്ഞാൽ മതി, പെർസെന്റേജ് ഓഫ് സേഫ് സർജറീസ് കേട്ടോ. സേഫ് ആയിട്ട് ഏറ്റവും സുരക്ഷിതമായിട്ട് നടന്ന സർജറികളുടെ ശതമാനമാണ് അവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. 8ാമത്തെ പോയിന്റ് ഇതാണ്. Percentage of cases who received suitable prophylactic antibiotics within the specified time frame. അപ്പൊ നമ്മൾ പറഞ്ഞു എന്താണ് പ്രൊഫൈലാക്റ്റിക് ആന്റിബയോട്ടിക്സ് എന്ന് അല്ലെ. എന്താണ്, നമ്മൾ സാധാരണ സർജറിക്ക് മുൻപായിട്ട് അല്ലെ, സർജറിക്ക് മുൻപായിട്ട് ആ ഒരു സർജറിയുടെ റിസ്ക് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി, കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് പേഷ്യൻസിന് കൊടുക്കുന്ന മെഡിസിൻ, ഓക്കെ, അതാണ് പ്രൊഫൈലാക്റ്റിക് ആന്റിബയോട്ടിക്സ് എന്ന് പറയുന്നത്. അപ്പൊ അത്തരത്തില് എന്താണ് പ്രൊഫൈലാക്റ്റിക് ആന്റിബയോട്ടിക്സ് സ്വീകരിച്ചിട്ടുള്ള രോഗികളുടെ ശതമാനം. എന്തിനു വേണ്ടിയിട്ടാണ്, ഈ ഒരു സർജറിക്ക് ശേഷം ചിലപ്പോൾ എന്ത് വരാം, ഇൻഫെക്ഷൻ വരാം അല്ലെ. ഇപ്പൊ സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻ ഒക്കെ വരാം, സർജറി കഴിഞ്ഞ ഭാഗത്ത് അണുബാധ ഉണ്ടാവാം, അതൊരു ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻ ആണ്. അങ്ങനെയുള്ള ഇൻഫെക്ഷൻസ് ഒക്കെ ആ ഒരു റിസ്ക് കുറയ്ക്കാനായിട്ട് സർജറിക്ക് മുൻപായിട്ട് ഒരു മുൻകരുതൽ എന്നോണം പേഷ്യൻസിന് കൊടുക്കുന്ന മരുന്നാണ് പ്രൊഫൈലാക്റ്റിക് ആന്റിബയോട്ടിക്സ്. അപ്പൊ അത് എടുത്തവരുടെ ശതമാനമാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അടുത്തതാണ് 9ാമത്തെ പോയിന്റ്. പെർസെന്റേജ് ഓഫ് കേസസ് ഇൻ വിച്ച് the planned surgery is altered intraoperatively. അതവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യാത്തൊരു പോയിന്റ് ആണ്, അപ്പൊ അതൊന്ന് നോട്ട് ചെയ്യാം. പെർസെന്റേജ് ഓഫ് കേസസ് ഇൻ വിച്ച് the planned surgery is altered intraoperatively. എന്താണ് ഉദ്ദേശിക്കുന്നത്, സർജറി is altered intraoperatively. എന്താണ് ഉദ്ദേശിക്കുന്നത്, അതായത് ഒരു സർജറി നടക്കുന്ന സമയത്ത് യഥാക്രമം നടക്കാതെ ആ പ്ലാനിൽ എന്തെങ്കിലും ഒരു ആൾട്രേഷൻ, മാറ്റം വരുത്തേണ്ടതായിട്ടുള്ള ചില സാഹചര്യങ്ങൾ, അതാണ് സർജറി ആൾട്ടേർഡ് ഇൻട്രാ ഓപ്പറേറ്റീവ്ലി എന്ന് പറയുന്നത്. ചില സമയത്ത് ഇപ്പൊ സർജറി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ പെട്ടെന്ന് നമുക്ക് ആ സർജറി സ്റ്റോപ്പ് ചെയ്യേണ്ടതായിട്ട് വരും. രോഗിക്ക് എന്തെങ്കിലും കാർഡിയാക് അറസ്റ്റോ റെസ്പിറേറ്ററി അറസ്റ്റോ ഒക്കെ വരികയാണെങ്കിൽ ആ ചെയ്തുകൊണ്ടിരിക്കുന്ന സർജിക്കൽ പ്രൊസീജിയർ ഓൺ ദ സ്പോട്ടിൽ നമുക്ക് സ്റ്റോപ്പ് ചെയ്യേണ്ടതായിട്ട് വരും. അതൊരു പ്ലാൻഡ് ആയിട്ടുള്ള കാര്യമാണോ? അല്ല, അൺപ്ലാൻഡ് ആയിട്ട് അൺഎക്സ്പെക്ടഡ് ആയിട്ട് വരുന്ന കാര്യങ്ങളാണ് അല്ലെ. അത് തന്നെയാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. സർജറി ആൾട്ടേർഡ് ഇൻട്രാ ഓപ്പറേറ്റീവ്, ഇത് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് യഥാക്രമം നടക്കാതെ അതിന്റെ പ്ലാനിൽ ആ ഒരു സർജറിക്കകത്ത് നമുക്ക് എന്തെങ്കിലും ഒരു മാറ്റം വരുത്തേണ്ടി വരുന്ന സാഹചര്യം, ഓക്കെ, അങ്ങനെയുള്ള കേസസ്, അത്തരം കേസുകളുടെ ശതമാനമാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, പിന്നെ പറയുന്നതാണ് റീ എക്സ്പ്ലോറേഷൻ റേറ്റ് കേട്ടോ. ഏതാണ് റീ എക്സ്പ്ലോറേഷൻ റേറ്റ്? എന്താണ് റീ എക്സ്പ്ലോറേഷൻ റേറ്റ് എന്ന് പറഞ്ഞാല് നോട്ട് ചെയ്ത് വെക്കാം. റീ എക്സ്പ്ലോറേഷൻ റേറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒരു സർജറി ആദ്യം ഒരു സർജറി കഴിഞ്ഞ ഭാഗത്ത് വീണ്ടും നമുക്ക് റീ ഓപ്പൺ ചെയ്യേണ്ടതായിട്ട് വരികയാണ്, അല്ലെങ്കിൽ റീ ഓപ്പറേറ്റ് ചെയ്യേണ്ടതായിട്ട് വരികയാണ്. അപ്പൊ അതിന്റെ ശതമാനമാണ് അവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. റീ എക്സ്പ്ലോറേഷൻ റേറ്റ്, റീ എക്സ്പ്ലോർ ചെയ്യുക, അതായത് സർജറി കഴിഞ്ഞ ആദ്യ ഭാഗത്ത് വീണ്ടും വീണ്ടും നമുക്ക് അവിടെ റീ ഓപ്പൺ ചെയ്യേണ്ടി വരിക, അല്ലെങ്കിൽ റീ ഓപ്പറേറ്റ് ചെയ്യേണ്ടതായിട്ട് വരിക. അത്തരം കേസുകളുടെ ശതമാനം, ദാറ്റ് ഈസ് കോൾഡ് റീ എക്സ്പ്ലോറേഷൻ റേറ്റ്. 11ാമത്തെ പോയിന്റ് ഇതാണ് OT യൂട്ടിലൈസേഷൻ റേറ്റ് കേട്ടോ. ഓപ്പറേഷൻ തിയേറ്റർ ഉപയോഗിക്കുന്നതിന്റെ റേറ്റ്, എത്രത്തോളം ഓപ്പറേഷൻ തിയേറ്റർ അവിടെ ഉപയോഗപ്പെടുന്നുണ്ടെന്ന് വെച്ചാൽ എത്ര ആളുകൾ അവിടെ സർജറി നടക്കുന്നുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അതാണ് OT യൂട്ടിലൈസേഷൻ റേറ്റ് കേട്ടോ. ഓപ്പറേഷൻ തിയേറ്റർ യൂട്ടിലൈസ് ചെയ്യുന്നതിന്റെ നിരക്ക് അഥവാ അതിന്റെ ശതമാനം ആണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഇത്രയും പോയിന്റുകളാണ് എന്തുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നത്, ഓപ്പറേഷൻ തിയേറ്റർ അഥവാ അനസ്തേഷ്യയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന സൂചകങ്ങൾ. ഓക്കെ ആണോ? നെക്സ്റ്റ് വരുന്നതാണ് ലാബ് ഓർ റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ്സ് കേട്ടോ. അതായത് നമ്മുടെ ലാബ് ഓർ റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ലബോറട്ടറി റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ്. ഏത് വിഭാഗമാണ്?
ഡയഗ്നോസ്റ്റിക്സ് വിഭാഗമാണ് അല്ലെ. നമുക്കറിയാം രോഗനിർണയം നടത്തുന്ന ഡിപ്പാർട്ട്മെന്റ് ആണ്. ലാബ് ടെസ്റ്റിലൂടെയും റേഡിയോളജി അല്ലെ റേഡിയേഷൻ മെത്തേഡിലൂടെയൊക്കെയാണ് നമ്മൾ രോഗനിർണയം നടത്തുന്നത്. ആ ഒരു ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന സൂചകങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പൊ അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്ന വ്യക്തികൾ ആരാണ്? ക്വാളിറ്റി റെപ്രസെന്റേറ്റീവ്സ് ആണ് കേട്ടോ. ക്വാളിറ്റി റെപ്രസെന്റേറ്റീവ്സ്. അപ്പൊ നോക്കാം, ഒന്നാമത്തെ പോയിന്റ് ഇതാണ്. നമ്പർ ഓഫ് റിപ്പോർട്ടിംഗ് എറേഴ്സ് per 1000 ഇൻവെസ്റ്റിഗേഷൻസ്. ഇതാണ് നമ്പർ ഓഫ് റിപ്പോർട്ടിംഗ് എറേഴ്സ് per 1000 ഇൻവെസ്റ്റിഗേഷൻ. ഒരു 1000 ഇൻവെസ്റ്റിഗേഷൻസ് നമ്മൾ ലാബുമായിട്ട് കണക്ട് ചെയ്ത് പഠിക്കണം കേട്ടോ. ലാബ് റേഡിയോളജി ആയിട്ട് കണക്ട് ചെയ്ത് ചിന്തിക്കുകയാണെങ്കിൽ 1000 ലാബ് ടെസ്റ്റുകൾ നടത്തി അല്ലെങ്കിൽ 1000 ഒരു റേഡിയേഷൻ ടെസ്റ്റുകളൊക്കെ നടത്തിയത് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന എററുകളുടെ എണ്ണം. മനസ്സിലായോ? ലാബുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടാണ് പറയുന്നത്. ഇപ്പൊ 1000 ലാബ് ടെസ്റ്റുകൾ അല്ലെങ്കിൽ 1000 എന്താണ് റേഡിയോളജി ടെസ്റ്റുകളൊക്കെ അവിടെ നടത്തിയിട്ടുണ്ടെങ്കിൽ ആ 1000 എണ്ണത്തില് എറർ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള എന്താ പറയാ ആ ടെസ്റ്റുകളുടെ എണ്ണമാണ് അവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. നമ്പർ ഓഫ് റിപ്പോർട്ടിംഗ് എറേഴ്സ് per 1000 ഇൻവെസ്റ്റിഗേഷൻസ്. രണ്ടാമത്തെ പോയിന്റ് വരുന്നത് റേറ്റ് ഓഫ് റീടെസ്റ്റ് ആണ് കേട്ടോ. റേറ്റ് ഓഫ് റീടെസ്റ്റ്. നമ്മളിവിടെ റീ എക്സ്പ്ലോറേഷൻ റേറ്റ് എന്ന് പറഞ്ഞില്ലേ, എന്നതുപോലെ ഒരു സംഭവമാണ് റേറ്റ് ഓഫ് റീടെസ്റ്റ്. റീടെസ്റ്റ് എന്ന് പറയുന്നത് ചില ടെസ്റ്റുകൾ നമുക്ക് രണ്ടാമത് വീണ്ടും ചെയ്യേണ്ടതായിട്ട് വരും. റീ എക്സ്പ്ലോറേഷൻ നമ്മൾ പറഞ്ഞില്ലേ, ആദ്യം ഓപ്പറേറ്റ് ചെയ്ത സ്ഥലമാണ്, അവിടെ നമുക്ക് വീണ്ടും റീ ഓപ്പൺ ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ റീ ഓപ്പറേറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. എന്നതുപോലെയാണ് റീടെസ്റ്റ്. എന്ന് വെച്ചാൽ നമുക്ക് ഒരു ലാബ് ടെസ്റ്റ് അല്ലെങ്കിൽ ഒരു റേഡിയോളജി ടെസ്റ്റ് ആണെങ്കിൽ ഒരു പ്രാവശ്യം ചെയ്തു, പക്ഷെ അത് ശരിയായില്ല, അപ്പൊ നമുക്ക് വീണ്ടും ഒന്നും കൂടെ ചെയ്യേണ്ടതായിട്ട് വരികയാണ്. അത്തരം അങ്ങനെ വരുന്നതിന്റെ എണ്ണം അല്ലെങ്കിൽ അതിന്റെ നിരക്ക് ശതമാനം, അതാണ് റേറ്റ് ഓഫ് റീടെസ്റ്റ്. അപ്പൊ നമ്മൾ തന്നെ ഇപ്പൊ ഒരു എക്സ്റേ എടുക്കാൻ പോയി കഴിഞ്ഞാൽ ആദ്യം ഒരു എക്സ്റേ എടുക്കും, എടുത്തു കഴിഞ്ഞിട്ട് അവര് നമ്മളോട് പറയുന്നത് വെയിറ്റ് ചെയ്യും, അവരത് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് അത് ഓക്കെ ആയിട്ട് വന്നിട്ടില്ലെങ്കിൽ അവര് രണ്ടാമത് ഒന്നും കൂടെ എക്സ്റേ എടുക്കാനായിട്ട് ആവശ്യപ്പെടും അല്ലെ. അങ്ങനെയല്ലേ ചെയ്യുക. അപ്പൊ ഏതെങ്കിലും ഒരു ഓർഗന്റെ ഉദ്ദേശിക്കുന്ന ഇമേജ് കറക്റ്റ് ആയിട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അവര് പറയുന്നു ഒന്നുകൂടെ ഒന്ന് എക്സ്റേ എടുക്കണം എന്ന് പറയാറുണ്ട് അല്ലെ. അതുപോലെ തന്നെ ലാബ് ടെസ്റ്റുകളിൽ വരാറുണ്ട്. അപ്പൊ അത്തരം കേസുകളിൽ അത്തരം സാഹചര്യങ്ങളുടെയൊക്കെ ശതമാനമാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ. മൂന്നാമത്തെ പോയിന്റ് പെർസെന്റേജ് ഓഫ് ലബോറട്ടറി ബേബീസിനൊക്കെ എടുക്കാറുണ്ട് അല്ലെ. കുഞ്ഞു പാവങ്ങളാകുമ്പോ നമ്മൾ വിചാരിക്കുന്ന പോലെ അവർക്ക് എടുക്കാൻ പറ്റില്ല. അപ്പൊ രണ്ടോ മൂന്നോ പ്രാവശ്യമൊക്കെ എടുക്കേണ്ടതായിട്ട് വരും. ഓക്കെ. അടുത്തതാണ് മൂന്നാമത്തെ പോയിന്റ് പെർസെന്റേജ് ഓഫ് ലബോറട്ടറി റിപ്പോർട്ട്സ് കോറിലേറ്റിംഗ് വിത്ത് ക്ലിനിക്കൽ ഡയഗ്നോസിസ്. ഇവിടെ പറയാം പെർസെന്റേജ് ഓഫ് ലബോറട്ടറി റിപ്പോർട്ട്സ് കോറിലേറ്റിംഗ് വിത്ത് ക്ലിനിക്കൽ ഡയഗ്നോസിസ്. അതായത് ഡോക്ടറുടെ ക്ലിനിക്കൽ ഡയഗ്നോസിസുമായിട്ട് ഒത്തുചേർന്ന് പോകുന്ന അല്ലെ കോറിലേറ്റ് ചെയ്തു പോകുന്ന ലാബ് റിപ്പോർട്ടുകളുടെ ശതമാനം. എന്താണ് അവിടെ ഉദ്ദേശിച്ചത്? ഇപ്പൊ നമ്മള് ഒരു ഡോക്ടർ നമുക്ക് എന്തെങ്കിലും അസുഖം വന്ന് നമ്മൾ കാണാൻ പോയി എന്ന് വിചാരിക്കും. ഇപ്പൊ ഒരു ന്യൂമോണിയ ആണെന്ന് വിചാരിക്കാം. അപ്പൊ നമ്മൾ ഡോക്ടറെ കൺസൾട്ട് ചെയ്യാൻ പോയി. അപ്പൊ ഡോക്ടർ ആരോഗ്യത പരിശോധിക്കുന്നു, ഫിസിക്കൽ എക്സാമിനേഷൻ ഒക്കെ ചെയ്യുന്നു, അവരുടെ സിംറ്റംസ് എല്ലാം കേട്ട് ഒരു ഡോക്ടർക്ക് ഒരു കൺക്ലൂഷൻ ഉണ്ടായിരിക്കും, ഇയാൾക്ക് ഒരു പക്ഷെ ന്യൂമോണിയ ആവാനുള്ള ഒരു സാധ്യതയുണ്ട്, ന്യൂമോണിയ ആയിരിക്കാം. അപ്പൊ ഡോക്ടർ എന്ത് ചെയ്യാതെ ഇതൊന്ന് കൺഫേം ചെയ്യാനായിട്ട് ഒരു ലാബ് ടെസ്റ്റ് അല്ലെങ്കിൽ ഒരു റേഡിയോളജി ടെസ്റ്റ് പറയാണ്. ഇപ്പൊ എക്സ്റേ എടുക്കാനായിട്ട് ആവശ്യപ്പെടുകയാണ്. എക്സ്റേ എടുത്ത് വന്നപ്പോൾ കറക്റ്റ് ആണ്, നമ്മുടെ ഡോക്ടറുടെ അസസ്മെന്റ് കറക്റ്റ് ആണ്, ന്യൂമോണിയ ആയിരുന്നു അത്. അപ്പൊ ചെസ്റ്റിലൂടെ ശരിക്കും നമുക്ക് അറിയാൻ പറ്റും, ഡോക്ടർക്ക് ആണ് പറയാൻ പറ്റും. അത്തരത്തില് ആ ഒരു ഡോക്ടറുടെ ക്ലിനിക്കൽ ഡയഗ്നോസിസുമായിട്ട് ഒത്തുചേർന്ന് പോകുന്ന ലാബ് റിപ്പോർട്ടുകളുടെ ശതമാനം, അതായത് ആ ഒരു കൺക്ലൂഷൻ എത്രത്തോളം കറക്റ്റ് ആണ്, മാച്ച് ചെയ്ത് പോകുന്നുണ്ട് അല്ലെ. അപ്പൊ ഈ ഡോക്ടറുടെ കൺക്ലൂഷനും വരുന്ന ലാബ് റിപ്പോർട്ടും തമ്മിൽ ഒത്തുചേർന്ന് പോകണമെങ്കിൽ നല്ലൊരു കാര്യമാണ് അല്ലെ. ചിലപ്പോൾ നമ്മളുടെ ഡയഗ്നോസിസ് മാറാം അല്ലെ, തെറ്റ് പറ്റിയേക്കാം. അപ്പൊ അങ്ങനെ ഇവിടെ പറയുന്ന ക്ലിനിക്കൽ ഡയഗ്നോസിസുമായിട്ട് ഒത്തുചേർന്ന് പോകുന്ന കോറിലേറ്റ് ചെയ്ത് പോകുന്ന ലബോറട്ടറി ടെസ്റ്റ് റിപ്പോർട്ടുകളുടെ ശതമാനം. പിന്നെ നാലാമത്തെ പോയിന്റ് ഇതാണ് പെർസെന്റേജ് ഓഫ് അഡ്ഹിയറൻസ് ടു സേഫ്റ്റി പ്രിക്കോഷൻസ് ബൈ എംപ്ലോയീസ് വർക്കിംഗ് ഇൻ ഡയഗ്നോസിസ്. അതായത് ഈ പറയുന്ന ഡയഗ്നോസ്റ്റിക് വിഭാഗത്തിൽ ജോലി ചെയ്യുന്ന ജീവനക്കാര് അവരുടെ സുരക്ഷാ മുൻകരുതലുകൾ പാലിക്കുന്നതിന്റെ ശതമാനം. അപ്പൊ നമുക്കറിയാം ലാബിൽ വർക്ക് ചെയ്യുന്ന ആളായാലും റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്ന ആളായാലും കുറെ സുരക്ഷാ മുൻകരുതലുകൾ എടുക്കണം. ഇപ്പൊ നമ്മള് മാസ്ക് ധരിക്കണം, കയ്യിൽ ഗ്ലൗസ് ധരിക്കണം, ആപ്രൺസ് ധരിക്കണം, അതൊക്കെ അവരുടെ സേഫ്റ്റി മെഷേഴ്സിന്റെ ഭാഗമാണ്, നിർബന്ധമായിട്ടും ചെയ്യേണ്ടതാണ് അല്ലെ. നമ്മള് ലാബും റേഡിയോളജി ഒക്കെ പഠിച്ചതാണ്, അറിയാലോ സേഫ്റ്റി മെഷേഴ്സ്, ചില PPE കിറ്റ് ഒക്കെ ധരിക്കാം അല്ലെ. അപ്പൊ അതൊക്കെ അത്തരം കരുതലുകളോടുകൂടി പ്രവർത്തിക്കുന്ന ജീവനക്കാര് അവരുടെ ശതമാനമാണ് അവിടെ
ഉദ്ദേശിക്കുന്നത് കേട്ടോ. പെർസെന്റേജ് ഓഫ് അഡ്ഹിയറൻസ് ടു സേഫ്റ്റി പ്രിക്കോഷൻസ് ബൈ എംപ്ലോയീസ് വർക്കിംഗ് ഇൻ ഡയഗ്നോസിസ്. ഓക്കെ, ക്ലിയർ ആണോ പറഞ്ഞത്? അടുത്തത് 6ാമത്തെ ഡിപ്പാർട്ട്മെന്റിലോട്ട് നമ്മൾ കടക്കുകയാണ് കേട്ടോ. ഞാൻ പറഞ്ഞു പോവാണ്, നിങ്ങളെ ക്ലാസ് കേൾക്കുന്നുണ്ടോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ല. ഞാൻ എന്തായാലും ക്ലാസ് കണ്ടിന്യൂ ചെയ്യാണ് കേട്ടോ. അപ്പൊ നീ മനസ്സിലാവുന്നുണ്ടോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ല, നിങ്ങൾ ആദ്യം തന്നെ റെസ്പോണ്ട് ചെയ്യുന്നില്ല. ഓക്കെ, അപ്പൊ 6th കേട്ടോ, 6ാമത്തെ ഡിപ്പാർട്ട്മെന്റ് ഇതാണ്, ഫാർമസി കേട്ടോ. ഫാർമസി അഥവാ ക്ലിനിക്കൽ ഫാർമസിസ്റ്റ് വിഭാഗം. ഓക്കെ, അപ്പൊ ഫാർമസിയായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഇൻഡിക്കേറ്റേഴ്സ് എന്തൊക്കെയാണ്? 1ാമത്തെ പോയിന്റ് ഇതാണ്, പ്രിസ്ക്രിപ്ഷൻ എറർ കേട്ടോ. പ്രിസ്ക്രിപ്ഷൻ എറർ അതായത് ഈ ഡോക്ടർ എഴുതി കൊടുക്കുന്ന ആ ഒരു പ്രിസ്ക്രിപ്ഷനിൽ വരുന്ന തെറ്റുകൾ അല്ലെ. ഇപ്പൊ ചില തെറ്റുകൾ എന്ന് പറയുമ്പോൾ ഇപ്പൊ കറക്റ്റ് ഡോസിലായിരിക്കില്ല ചിലപ്പോൾ മരുന്നുകൾ എടുക്കുന്നത്, അല്ലെങ്കിൽ തെറ്റായിട്ടുള്ള മരുന്നുകൾ എഴുതാം. അതൊക്കെ എന്താണ്? പ്രിസ്ക്രിപ്ഷനിൽ വരുന്ന എററുകളാണ് അല്ലെ. ഡോക്ടർ എഴുതുന്ന കുറിപ്പടിയിൽ വരുന്ന എററുകളാണ്. അപ്പൊ അതിന്റെ ശതമാനമാണ് കേട്ടോ അവിടെ ഉദ്ദേശിക്കുന്നത്. അതൊക്കെ എന്താണ്? ഫാർമസിയായിട്ട് ബന്ധപ്പെട്ട് വരുന്ന എന്താണ് കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് ആണ്. 1ാമത്തെ പ്രിസ്ക്രിപ്ഷൻ എറർ. 2ാമത്തത് ഡിസ്പെൻസിങ് എറർ. ഡിസ്പെൻസ് ചെയ്യാന്ന് വെച്ചാൽ എന്താണ്? മരുന്ന് വിതരണം ചെയ്യുക അല്ലെ. ഇപ്പൊ വിതരണത്തിൽ വരുന്ന തെറ്റുകൾ, ഇപ്പൊ നമ്മൾ കറക്റ്റ് ആയിട്ട് ആ പ്രിസ്ക്രിപ്ഷൻ റീഡ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ തെറ്റായിട്ടുള്ള മരുന്നുകൾ എടുത്ത് കൊടുക്കാം അല്ലെ. അതുപോലെ ശരിയായിട്ടുള്ള ഡോസിൽ ചിലപ്പോൾ കൊടുത്തില്ല എന്ന് വരാം. അങ്ങനെയൊക്കെ സംഭവിക്കാറ്. ശരിയായ ഡോസിൽ കൊടുക്കാതിരിക്കാം, ശരിയായ പറഞ്ഞ എണ്ണം കൊടുക്കാതിരിക്കാം അല്ലെ. ഫാർമസിയുടെ ഭാഗത്തു നിന്നൊക്കെ അങ്ങനെ വരാവുന്ന ഡിസ്പെൻസിങ് എററുകളാണ് അതൊക്കെ അല്ലെ, മരുന്ന് വിതരണം ചെയ്യുമ്പോൾ വരുന്ന തെറ്റുകൾ. പിന്നെ പറയുന്നത് 3ാമത്തെ പോയിന്റ് പുതിയൊരു പോയിന്റ് ആണ്, അവിടെ പറഞ്ഞിട്ടില്ല. പെർസെന്റേജ് ഓഫ് ഇൻസിഡൻസ് ഓഫ് ഹോസ്റ്റൈൽ ഡ്രഗ് റിയാക്ഷൻസ്. ഇതാണ് പെർസെന്റേജ് ഓഫ് ഇൻസിഡൻസ് ഓഫ് ഹോസ്റ്റൈൽ ഡ്രഗ് റിയാക്ഷൻസ്. ഹോസ്റ്റൈൽ എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് അപകടകരമാവുന്ന രീതിയിൽ അല്ലെ. ഹോസ്റ്റൈൽ ഡേഞ്ചർ ആയിട്ടുള്ള അല്ലെങ്കിൽ അങ്ങനെയുള്ള അർത്ഥമാണ്. അപ്പൊ ചില പ്രതികൂല മരുന്ന് പ്രവർത്തനങ്ങളൊക്കെ ഉണ്ടാക്കുന്ന സംഭവങ്ങളുടെ ശതമാനമാണ്. അതാണ്, അതായത് എല്ലാ മരുന്നും എല്ലാവർക്കും പറ്റില്ലല്ലോ. ചില മരുന്നിന് കഴിക്കുന്ന സൈഡ് എഫക്റ്റ് മൂലം അവർക്ക് മറ്റു പല ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. അത്തരത്തിൽ പ്രതികൂല പ്രവർത്തനങ്ങൾ ഉണ്ടാക്കുന്ന മരുന്നുകളുടെ അല്ല, പ്രതികൂല പ്രവർത്തനങ്ങൾ ഉണ്ടാക്കുന്ന മരുന്നുകളുടെ പ്രതികൂല പ്രവർത്തനങ്ങൾ ഉണ്ടാക്കുന്ന കേസുകളുടെ ഇൻസിഡൻസിന്റെ ഒക്കെ ശതമാനം അവിടെ പ്രത്യേകം ഇട്ട് പറയുന്നുണ്ട്. ADR. എന്താണ് ADR? ഫുൾ ഫോം പഠിച്ചു വെക്കുന്നത് കേട്ടോ. എന്താണ്? അഡ്വേഴ്സ് ഡ്രഗ് റിയാക്ഷൻ ആണ് കേട്ടോ. ADRന്റെ ഫുൾ ഫോം എന്താണ്? അഡ്വേഴ്സ് ഡ്രഗ് റിയാക്ഷൻസ്. അഡ്വേഴ്സ് എന്ന് വെച്ചാൽ എന്താണ്? പ്രതികൂലമായിട്ടുള്ളത് അല്ലെ. അഡ്വേഴ്സ് ഡ്രഗ് റിയാക്ഷൻസ്, അതായത് പ്രതികൂലമായിട്ടുള്ള മരുന്ന് പ്രവർത്തനങ്ങൾ അല്ലെ. അത്തരത്തില് ADR പെർ 100 ഡിസ്ചാർജസ് ദാറ്റ് ഇൻക്ലൂഡ് ലാമ, ഡാമ, അബ്സ്കോണ്ട് ആൻഡ് ഡെത്ത് എന്നാണ് പറയുന്നത്. അതായത് ഒരു 100 ഡിസ്ചാർജിനകത്ത്, അതായത് 100 ദിവസത്തിലെ ഡിസ്ചാർജ് സമയത്ത് എന്താ പറയാ, ഡിസ്ചാർജിന് 100 പേഷ്യൻസ്, 100 രോഗികളെ ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത്, ഡിസ്ചാർജ് ചെയ്യുന്നതിൽ എത്ര പേര് ഈ എന്താ പറയാ ഡ്രഗ് റിയാക്ഷൻസ് മൂലം ലീവ് ചെയ്ത് പോയിട്ടുണ്ട്, ഡിസ്ചാർജ് ചെയ്ത് പോയിട്ടുണ്ട്, അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. പറഞ്ഞ മനസ്സിലായോ നിങ്ങൾക്ക്? 100 എന്ന് ഉദ്ദേശിക്കുന്നത് ഇവിടെ ഇതാണ്. ഹോസ്പിറ്റലിൽ നിന്നും ഡിസ്ചാർജ് ചെയ്യപ്പെട്ടിട്ടുള്ള 100 രോഗികളിലെ എത്ര പേര് ഡ്രഗ് ഹോസ്റ്റൈൽ ഡ്രഗ് റിയാക്ഷൻസുമായിട്ട് അവിടെ നിന്ന് പോയിട്ടുണ്ട്, അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അതിന്റെ ശതമാനമാണ് അവിടെ പറയുന്നത്. മനസ്സിലായോ പറഞ്ഞത്? അതായത് ഒരു ഹോസ്പിറ്റലിൽ നിന്നും ഡിസ്ചാർജ് ചെയ്യപ്പെട്ട 100 രോഗികൾ എടുക്കുകയാണ്. ആ 100 രോഗികൾക്കകത്ത് എത്ര പേര് ഈ ഡ്രഗ് റിയാക്ഷൻസ്, അഡ്വേഴ്സ് ഡ്രഗ് റിയാക്ഷൻസ് മൂലം ആ ഒരു ഹോസ്പിറ്റലിൽ നിന്ന് വിട്ടുപോയിട്ടുണ്ട്, അതിന്റെ ശതമാനമാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. പ്രത്യേകിച്ച് പറയുന്നുണ്ട് ഡിസ്ചാർജസ് ദാറ്റ് ഇൻക്ലൂഡ് ലാമ, ഡാമ, അബ്സ്കോണ്ട് ആൻഡ് ഡെത്ത്. സാധാരണ നമ്മൾക്ക് ഒരു അസുഖം വന്ന ട്രീറ്റ്മെന്റിന് പോയി അത് ഓക്കെ ആയി നമ്മൾ ട്രീറ്റ്മെന്റ് ഒക്കെ എടുത്ത് കംപ്ലീറ്റ് ക്യൂർ ചെയ്തിട്ടാണ് നമ്മൾ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് പോകുന്നത്. നോർമൽ കേസ് അങ്ങനെയാണ്. അങ്ങനെയുള്ള ഡിസ്ചാർജ് അല്ല, അല്ലാതെ വരുന്ന ഡിസ്ചാർജ് ഇതൊക്കെ ഒന്ന് ലാമ നമ്മൾ പഠിച്ചതാണ്. എന്താണ്? ലിവിങ് അഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ് അല്ലെ. അതായത് ഡോക്ടറുടെ മെഡിക്കൽ അഡ്വൈസിന് അതന്നെ പോകുന്നത്. അതുപോലെ തന്നെ ഡാമ, ഡിസ്ചാർജ് അഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ്. അതുപോലെ അബ്സ്കോണ്ട് എന്ന് വെച്ചാൽ എന്താ? ഒളിച്ചോട്ടം. ചില ആളുകൾക്ക് അവിടുത്തെ ട്രീറ്റ്മെന്റ് പറ്റണില്ല, എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടാണ്ട് അവിടെ നിന്ന് ആരോടും പറയാതെ ഒളിച്ചോടി പോകുന്ന ആൾക്കാരുണ്ട് അല്ലെ, ഹോസ്പിറ്റലിൽ വിട്ടു പോകുന്ന ആൾക്കാരുണ്ട്. അതുപോലെ തന്നെ ഡെത്ത്, മരണവും സംഭവിക്കാം അല്ലെ. മരണം സംഭവിക്കാം ട്രീറ്റ്മെന്റ് കംപ്ലീറ്റ് ആവുന്നതിന് മുമ്പ്. മരണം എന്ന് പറയുന്നതും ഒരു ഡിസ്ചാർജ് തന്നെയാണ് അല്ലെ. അപ്പൊ അത്തരത്തില് ഒരു ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യപ്പെട്ട, ഈ രീതിയിലൊക്കെ ഡിസ്ചാർജ് ചെയ്യപ്പെട്ട ഒരു 100 രോഗികളില് എത്ര പേര് ഈ പ്രതികൂല മരുന്ന് റിയാക്ഷൻസുമായിട്ട് അവിടെ പോയിട്ടുണ്ട്,
അങ്ങനെ വിട്ടുപോയിട്ടുണ്ട്. അവരുടെ ശതമാനമാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അതന്നെ ഫെസിലിറ്റി കുറവ് പല കാരണങ്ങളാവാം. ഇപ്പൊ അതില് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് അങ്ങനെ പോയവരുടെ ഈ അഡ്വേഴ്സ് ഡ്രഗ് റിയാക്ഷൻ മൂലം പോയ ആൾക്കാർ എത്ര പേരുണ്ട്, അതാണ് നമുക്കറിയേണ്ടത്. പോവാൻ പല കാരണങ്ങൾ ഉണ്ടായിരിക്കാം. അതിപ്പോ മരുന്നിന്റെ പ്രശ്നം കൊണ്ട് മാത്രമല്ല, ഫെസിലിറ്റി കുറവുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഇപ്പൊ ഡോക്ടറുടെ പെരുമാറ്റം അല്ലെങ്കിൽ അവിടുത്തെ ജീവനക്കാരുടെ പെരുമാറ്റം വലിയ സുഖമില്ലാത്തതിന്റെ പേരിലൊക്കെ പോയ ആൾക്കാരുണ്ടാവും. അങ്ങനെ പോയവര് ഈ അഡ്വേഴ്സ് ADR മൂലം പോയവര് എത്ര പേരുണ്ട്, അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ, ശതമാനം. ഓക്കെ, അബ്സ്കോണ്ട് എന്ന് പറഞ്ഞാൽ ഒളിച്ചോടുക കേട്ടോ, ഒളിച്ചോടി പോവാ. അബ്സ്കോണ്ട് എന്ന് വെച്ചാൽ ഒളിച്ചോടി പോവാ കേട്ടോ. ഓക്കെ, അടുത്തത് 4ാമത്തെ പോയിന്റ് ഇതാണ്, പെർസെന്റേജ് ഓഫ് പേഷ്യൻസ് അല്ലല്ലോ, പെർസെന്റേജ് ഓഫ് മെഡിക്കേഷൻ ചാൻസ് വിത്ത് എറർ പ്രോൺ അബ്രീവിയേഷൻസ്. അത് അവിടെ പറഞ്ഞ പോയിന്റ് ആണ് അല്ലെ. അതായത് എററിന് സാധ്യതയുള്ള ഈ പറയുന്ന ചുരുക്കെഴുത്തും അബ്രീവിയേഷൻസും പ്രതീകങ്ങളൊക്കെ ഉപയോഗിക്കുന്ന മെഡിസിൻസ് ഉണ്ടാവില്ല, അത്തരം മെഡിക്കേഷൻ ചാർട്ടുകളുടെ ശതമാനം. അന്ന് നിങ്ങൾക്ക് പറഞ്ഞത് ഓർമ്മയുണ്ട്, മില്ലിഗ്രാമും മെഗാഗ്രാമും വെച്ച് ഞാൻ പറഞ്ഞത് ഓർമ്മയുണ്ട് നിങ്ങൾക്ക്. അതായത് mg ഒരെണ്ണം സ്മോളും എമ്മും ചെയ്യുകയാണെങ്കിൽ എന്താണ് മില്ലിഗ്രാം, അത് തന്നെ ക്യാപിറ്റൽ എമ്മും സ്മോൾ ചെയ്തിട്ട മെഗാഗ്രാം ആണ്. അപ്പൊ അത് പെട്ടെന്ന് വായിക്കുമ്പോൾ ഒരു കൺഫ്യൂഷൻ ഉണ്ട്. നമ്മൾ സാധാരണ മരുന്ന് കൊടുക്കുന്ന കണ്ടന്റ് ഇത്ര മില്ലിഗ്രാം എന്നല്ലേ പറയാ, അതേ മില്ലിഗ്രാം എന്നുള്ളത് നമ്മള് മെഗാഗ്രാം എന്നാണ് വായിക്കണമെങ്കിൽ ഭയങ്കര വ്യത്യാസം വരും. അത്തരത്തില് എന്താണ് എററിന് സാധ്യതയുള്ള ചില ചുരുക്കെഴുത്തോ സിംബൽസ് ഒക്കെയുള്ള മരുന്ന് ചാർട്ടുകളുടെ ശതമാനമാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അടുത്തതാണ് പെർസെന്റേജ് ഓഫ് പേഷ്യൻസ് റിസീവിംഗ് ഹൈ റിസ്ക് മെഡിക്കേഷൻസ് ഡെവലപ്പിംഗ് അഡ്വേഴ്സ് ഡ്രഗ് ഇവന്റ്. എന്നോട് പറയാം, പെർസെന്റേജ് ഓഫ് പേഷ്യൻസ് റിസീവിംഗ് ദ ഹൈ റിസ്ക് മെഡിക്കേഷൻസ് ഡെവലപ്പിംഗ് അഡ്വേഴ്സ് ഡ്രഗ് ഇവന്റ്. അതായത് ഏറ്റവും എന്താ പറയാ അഡ്വേഴ്സ് ആയിട്ടുള്ള ഡ്രഗ് റിയാക്ഷൻസ് ഉണ്ടാക്കുന്ന ഹൈ റിസ്ക് മെഡിക്കേഷൻസ് ഉണ്ട് അല്ലെ, ഹൈ റിസ്ക് മെഡിസിൻസ് ഒക്കെ സ്വീകരിക്കുന്ന പേഷ്യന്റുകളുടെ ശതമാനം. ഇപ്പൊ ക്യാൻസർ പേഷ്യൻസ് ഒക്കെ ആണെങ്കിൽ കീമോതെറാപ്പി യൂസ് ചെയ്യുന്നുണ്ട് അല്ലെ, ഇപ്പൊ കെമിക്കൽ മെഡിസിൻസ് ആണ്, കെമിക്കൽ റിയേജൻസ് ആണ് യൂസ് ചെയ്യുന്നത്. അതെന്ന് പറഞ്ഞ മെഡിസിൻ ആണ്, പക്ഷെ നമുക്കറിയാതെ എന്തായാലും അഡ്വേഴ്സ് റിയാക്ഷൻസ് ഉണ്ടാക്കുന്ന മെഡിസിൻസ് ആണ് അല്ലെ. തെറാപ്പി ഒക്കെ കീമോതെറാപ്പി ഒക്കെ മുടി കൊടിയും അപ്പൊ അത്രയും സ്ട്രോങ് ആണ്, അതിന് വേറൊരു റിയാക്ഷൻ അവിടെ ഉണ്ടാവുന്നുണ്ട്. അത്തരത്തിന് എന്താണ്, അതൊക്കെ ഹൈ റിസ്ക് മെഡിക്കേഷൻസ് ആണ്, ഏറ്റവും റിസ്ക് ഉള്ള ചില മെഡിസിൻസുകളാണ്. അതുപോലെ ചില ആളുകൾ ചില ആന്റിബയോട്ടിക്സ് ഓക്കെ, അതുപോലെ മോർഫിൻ പോലെയുള്ള മരുന്നുകളൊക്കെ ഇല്ലേ, അത് മെഡിസിൻ ആയിട്ട് കൊടുക്കുന്നതാണ്, പക്ഷെ അതിന് എന്തായാലും ഹൈ റിസ്ക് മെഡിസിൻസ് ആണ് ഇതൊക്കെ. അത്തരത്തിൽ അതൊക്കെ എന്താണ് പ്രതികൂലമായിട്ട് പല റിയാക്ഷൻസും ശരീരത്തിൽ ബോഡിയിൽ ഉണ്ടാക്കുന്നതാണ്. അപ്പൊ അത്തരത്തില് അഡ്വേഴ്സ് ഡ്രഗ് ഇവന്റ്സ് ഉണ്ടാക്കുന്ന ഹൈ റിസ്ക് മെഡിക്കേഷൻസ് സ്വീകരിക്കുന്ന രോഗികളുടെ ശതമാനം, ചിലപ്പോൾ ക്യാൻസർ പേഷ്യൻസ് ആയിരിക്കാം, അങ്ങനെയുള്ള പേഷ്യൻസിനൊക്കെ കൂടുതൽ ബുദ്ധിമുട്ട് വരാം. അത്തരം പേഷ്യൻസിന്റെ ശതമാനം കേട്ടോ. അടുത്തതാണ് പെർസെന്റേജ് ഓഫ് ഡ്രഗ്സ് ആൻഡ് കൺസ്യൂമബിൾസ് ഒബ്റ്റൈൻഡ് ബൈ ദ ലോക്കൽ പർച്ചേസ് കേട്ടോ. അതായത് ഈ പറയുന്ന ഡ്രഗ്സും കൺസ്യൂമബിൾസും മരുന്നുകള് മറ്റ് ഹോസ്പിറ്റലിൽ ഉപയോഗിക്കുന്ന എക്യുപ്മെന്റ്സ് ഒക്കെ ലോക്കൽ പർച്ചേസിലൂടെ കിട്ടുന്നത്. ലോക്കൽ പർച്ചേസ് കരിഞ്ചന്ത എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതായത് വേണ്ടത്ര ക്വാളിറ്റി ഒന്നും ഉണ്ടാവില്ല, മനസ്സിലായോ, ക്വാളിറ്റി ഉണ്ടാവില്ല. അപ്പൊ അവിടെ നിന്ന് ഈ ലോക്കൽ പർച്ചേസിലൂടെ വാങ്ങുന്ന മരുന്നുകള് അല്ലെങ്കിൽ ഹോസ്പിറ്റലിലേക്ക് വാങ്ങുന്ന എക്യുപ്മെന്റ്സുകള് അതിന്റെയൊക്കെ ഒരു ശതമാനം പെർസെന്റേജ് കേട്ടോ. അങ്ങനെ വരുമ്പോ അത് വേണ്ടത്ര ക്വാളിറ്റി ഉണ്ടാവില്ല. ഇപ്പൊ നമ്മള് ലോക്കൽ പർച്ചേസിൽ ചിലപ്പോൾ വാങ്ങുമ്പോൾ എന്തായിരിക്കും, വില കുറവായിരിക്കും അല്ലെ, പൈസ കുറച്ച് നമുക്ക് കിട്ടുമായിരിക്കാം, പക്ഷെ ചിലപ്പോൾ എന്തുണ്ടാവില്ല, ഈ ബൾക്കായിട്ടൊക്കെ എടുക്കാൻ പറ്റും, പക്ഷെ എന്തുണ്ടാവില്ല, ക്വാളിറ്റി ഉണ്ടാവില്ല. ഓക്കെ, അപ്പൊ അങ്ങനെ ലോക്കൽ പർച്ചേസിലൂടെ ഒബ്റ്റെയിൻ ചെയ്യുന്ന അല്ലെങ്കിൽ പർച്ചേസ് ചെയ്യുന്ന ഡ്രഗ്സ് ആൻഡ് കൺസ്യൂമബിൾസ് മരുന്നുകളുടെയും മറ്റു എക്യുപ്മെന്റ്സിന്റെയൊക്കെ ശതമാനം അതന്നെ ചീപ്പ് ക്വാളിറ്റി ആയിരിക്കും, വിശ്വസിച്ച് വാങ്ങാനായിട്ടൊന്നും പറ്റില്ല. പ്രത്യേകിച്ച് അത്തരം ഉപകരണങ്ങളോ ഒന്നും തന്നെ ഹോസ്പിറ്റലിൽ ഉപയോഗിക്കാനായിട്ട് പാടില്ല, കാര്യം അത് പേഷ്യന്റിന്റെ സേഫ്റ്റിനെ ബാധിക്കും അല്ലെ. ഓക്കെ, അപ്പൊ അത് അതിന്റെയൊക്കെ ശതമാനം കേട്ടോ. 7ാമത്തെ പോയിന്റ് ഇതാണ്, പെർസെന്റേജ് ഓഫ് സ്റ്റോക്ക് ഔട്ട്സ് ഇൻക്ലൂഡിംഗ് എമർജൻസി ഡ്രഗ്സ് കേട്ടോ. പെർസെന്റേജ് ഓഫ് സ്റ്റോക്ക് ഔട്ട്സ് ഇൻക്ലൂഡിംഗ് എമർജൻസി ഡ്രഗ്സ്, അതായത് ചില അടിയന്തര മരുന്നുകൾ ഉണ്ടല്ലോ, സ്റ്റോക്ക് ഔട്ട് ആയിട്ടുള്ള അടിയന്തര മരുന്നുകൾ, അതിന്റെ ശതമാനം ഗവൺമെന്റ് ഹോസ്പിറ്റലിലൊക്കെ മിക്കപ്പോഴും കണ്ടുവരുന്ന പ്രശ്നമാണ് അല്ലെ. അതുപോലെ എന്താണ് ഈ പറയുന്ന അർജന്റ് ആയിട്ട് വേണ്ട എമർജൻസി മരുന്നുകളൊക്കെ അവിടെ എന്തായിരിക്കും, സ്റ്റോക്ക് ഔട്ട് ആയിരിക്കും മിക്കവാറും, തീർന്നു പോയിട്ടുള്ള ലഭ്യമായിരിക്കില്ല അല്ലെ, ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത്തരം സ്റ്റോക്ക് ഔട്ട് ആയിട്ടുള്ള എമർജൻസി അതിന്റെ മെഡിസിൻ ഉണ്ടാവില്ല. എമർജൻസി മെഡിസിൻ ആണ് കേട്ടോ, സാധാരണ മെഡിസിൻ അല്ല, അത്യാവശ്യം വേണ്ട മെഡിസിൻ ആണ്, അതുപോലും ലഭ്യമല്ലാത്ത വരാം അല്ലെ. അപ്പൊ അത്തരം കേസ് അത്തരം മരുന്നുകളുടെയൊക്കെ ശതമാനം അതന്നെ പുറത്തേക്ക് എടുത്തു. ഓക്കെ, ശരിയാണ്, പുറത്തേക്ക് എടുക്കും അങ്ങനെയുള്ള കേസുകള്. അപ്പൊ അതിന്റെ ശതമാനമാണ് കേട്ടോ. അടുത്തത് 8ാമത്തെ പോയിന്റ് കേട്ടോ. 8ാമത്തെ പോയിന്റിലോട്ട് വരികയാണ്, പെർസെന്റേജ് ഓഫ് ഡ്രഗ്സ് ആൻഡ് കൺസ്യൂമബിൾസ്
refused before preparation of GRN. ഇവിടെ വായിക്കാണ് percentage of drugs and consumables refused before the preparation of GRN. എന്താണ് GRN എന്ന് പറഞ്ഞാല് ഗുഡ് റെസിപ്റ്റ് നോട്ട് എന്നാണ് കേട്ടോ. ഗുഡ് റെസിപ്റ്റ് നോട്ട്. അപ്പൊ എന്താണ് അത് അവിടെ പറയാത്തൊരു പോയിന്റ് ആണ്. അപ്പൊ നിങ്ങൾക്ക് ഇത് അറിയണം അല്ലെ, എന്താണ് GRN എന്ന് അറിയണം. എന്താണ് ഗുഡ് റെസിപ്റ്റ് നോട്ട്? ഗുഡ് റെസിപ്റ്റ് നോട്ട് എന്ന് പറഞ്ഞാൽ വേറൊന്നും അല്ല ഉദ്ദേശിക്കുന്നത്, നമ്മൾ ഈ മരുന്നുകളൊക്കെ മേടിക്കൂലേ, മരുന്നുകളൊക്കെ മേടിക്കുമ്പോൾ ആ മരുന്ന് ഇടപാടുകള് അങ്ങനെയുള്ള ആ ഒരു ട്രാൻസാക്ഷൻ അതിന്റെയൊക്കെ വ്യക്തവും കൃത്യവുമായിട്ടുള്ള വിവരങ്ങള് രേഖപ്പെടുത്തുന്നതിനുള്ള ഒരു കൂട്ടം നിർദ്ദേശം രേഖപ്പെടുത്തി വെക്കുന്നതിനെയാണ് ഗുഡ് റെസിപ്റ്റ് നോട്ട് എന്ന് പറയുന്നത്. നോട്ട് ചെയ്ത് വെക്കാണ്. പ്രത്യേകിച്ച് ഫാർമസിയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. നമ്മൾ മരുന്ന് വാങ്ങുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മരുന്ന് ഇടപാടുകൾ ഉണ്ടാവുമല്ലോ, മരുന്ന് ഇടപാടുകളുടെയും അതുപോലെ അതിന്റെ ട്രാൻസാക്ഷനെ സംബന്ധിക്കുന്ന എല്ലാ വിവരങ്ങളും അത് വളരെ കൃത്യവും വ്യക്തവുമായിട്ടുള്ള വിവരങ്ങൾ രേഖപ്പെടുത്തി വെക്കുന്നതിനെയാണ്, ആ ഒരു ഡോക്യുമെന്റേഷനെയാണ് നമ്മൾ ഗുഡ് റെസിപ്റ്റ് നോട്ട് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പൊ ഇനി എന്താണ് പറയുന്നത്? പെർസെന്റേജ് ഓഫ് ഡ്രഗ്സ് ആൻഡ് കൺസ്യൂമബിൾസ് റിഫ്യൂസ്ഡ് ബിഫോർ ദ പ്രിപ്പറേഷൻ ഓഫ് GRN. അപ്പൊ ഈ ഒരു ഗുഡ് റെസിപ്റ്റ് നോട്ട് നമ്മൾ അത് സ്വീകരിച്ച് രേഖപ്പെടുത്തുന്നതിന് മുമ്പായിട്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യാണ്? അത് റിഫ്യൂസ് ചെയ്യാണ്. അത്തരം മരുന്നുകൾ നമ്മൾ റിഫ്യൂസ് ചെയ്യാണ്, നിരസിക്കുകയാണ്. അല്ലെങ്കിൽ നമ്മൾ വിതരണക്കാരനിലേക്ക് തിരിച്ചു കൊടുക്കുകയാണ്. ഇവിടെ വേണ്ട എന്ന് പറഞ്ഞിട്ട് ഈ ഗുഡ് റെസിപ്റ്റ് നോട്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മളത് സ്വീകരിച്ച് അതിന്റെ വിവരങ്ങളും കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്ത് വെക്കണം. ഇത് പക്ഷെ ആ ഒരു GRN ആക്സെപ്റ്റ് ചെയ്യുന്നതിന് മുൻപ് തന്നെ, അത് സ്വീകരിച്ച് അത് നോട്ട് ചെയ്യുന്നതിന് മുൻപ് തന്നെ വരുന്ന നമ്മൾ എന്ത് ചെയ്യണം? മരുന്നുകൾ റിഫ്യൂസ് ചെയ്യാണ്. ഇവിടെ വേണ്ട എന്ന് പറഞ്ഞ് റിഫ്യൂസ് ചെയ്യാണ്. അല്ലെങ്കിൽ ആ വിതരണക്കാരന് തന്നെ നമ്മൾ തിരിച്ചു കൊടുക്കുകയാണ്, വേണ്ടാന്ന് വെക്കുകയാണ്. അപ്പൊ അങ്ങനെയുള്ള ഇതിന്റെ ശതമാനമാണ് അവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. മരുന്ന് മാത്രമല്ല മറ്റു പല കൺസ്യൂമബിൾസ് അതിനകത്ത് ഉൾപ്പെടുന്നുണ്ട് കേട്ടോ. അതാണ് പെർസെന്റേജ് ഓഫ് ഡ്രഗ്സ് ആൻഡ് കൺസ്യൂമബിൾസ് റിഫ്യൂസ്ഡ്, നിരസിക്കുന്നത്, ഈ വിതരണക്കാരന് നമ്മൾ തിരിച്ചു കൊടുക്കുന്നത് ബിഫോർ ദ പ്രിപ്പറേഷൻ ഓഫ് GRN. ഓക്കെ, GRN മേടിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ റിഫ്യൂസ് ചെയ്യാണ്, വിതരണക്കാരിലേക്ക് തിരിച്ച് കൊടുക്കുകയാണ് കേട്ടോ. അങ്ങനെയുള്ള ഡ്രഗ്സ് ആൻഡ് കൺസ്യൂമബിൾസിന്റെ ശതമാനം. 9ാമത്തെ പോയിന്റ് ഇതാണ്, പെർസെന്റേജ് ഓഫ് വാരിയേഷൻസ് ഫ്രം ദ പ്രൊക്യൂർമെന്റ് പ്രോസസ്. അതാണ് പെർസെന്റേജ് ഓഫ് വാരിയേഷൻസ് ഫ്രം ദ പ്രൊക്യൂർമെന്റ് പ്രോസസ്. പ്രൊക്യൂർമെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? സംഭരണം കേട്ടോ. സംഭരണമാണ് ഉദ്ദേശിക്കുന്നത്. അത് അവിടെ പറയാത്ത പോയിന്റ് ആണ്. പറയാത്ത പോയിന്റുകൾ പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. അതായത് നമ്മൾ ഈ മരുന്നുകളൊക്കെ സംഭരിക്കണമെങ്കിൽ അതിന് ചില റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. നമ്മൾ ഫാർമസി പഠിച്ചപ്പോഴും പറഞ്ഞിരുന്നു അല്ലെ, നമുക്ക് ഒരുപാട് അങ്ങനെ മരുന്നുകൾ എന്ത് ചെയ്യാൻ പറ്റില്ല, ഒന്നിച്ച് മേടിച്ച് അവിടെ സ്റ്റോക്ക് ചെയ്യാനൊന്നും നമുക്ക് പറ്റില്ല അല്ലെ. അതായത് ഓവർ സ്റ്റോക്ക് ചെയ്യാനൊന്നും ഒരു കാരണവശാലും നമുക്ക് പറ്റില്ല. അപ്പൊ ഈ പറയുന്ന മരുന്നുകൾ സംഭരിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട ചില സ്ഥാപിത നയങ്ങള്, നടപടിക്രമങ്ങള് ഒക്കെ ഉണ്ട്. ഓക്കെ, അതിനനുസരിച്ച് വേണം എന്ത് ചെയ്യാനായിട്ട്? നമ്മൾ മരുന്നുകൾ മേടിച്ച് ഒരു ഫാർമസിക്കകത്ത് സംഭരിച്ചു വെക്കാനായിട്ട്. അപ്പൊ ഇവിടെ പറയുന്നത് പെർസെന്റേജ് ഓഫ് വാരിയേഷൻസ് ഫ്രം ദ പ്രൊക്യൂർമെന്റ് പ്രോസസ്. അപ്പൊ അത്തരത്തിലുള്ള ആ ഒരു സംഭരണ നടപടികളിൽ നിന്നും വ്യതിചലിക്കുന്ന, എന്ന് വെച്ചാൽ അത്തരം സംഭരണ നടപടികളിൽ നിന്നും മാനിക്കാതെ നമ്മൾ ചിലപ്പോൾ എന്ത് ചെയ്ത് വെക്കും? സ്റ്റോക്ക് ചെയ്തൊക്കെ വെക്കും അല്ലെ. അങ്ങനെയുള്ളതിന്റെ ആ ഒരു ശതമാനമാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. മനസ്സിലായ? അതായത് അല്ലാത്ത രീതിയിൽ ആ റൂൾസ് ആൻഡ് റെഗുലേഷൻസിൽ നിന്നും മാനിക്കാതെ നമ്മൾ ചില സംഭരണങ്ങളൊക്കെ ചെയ്തു വെക്കുകയാണെങ്കിൽ അത്തരം കേസുകളുടെ ശതമാനമാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആയോ പറഞ്ഞത്? പെർസെന്റേജ് ഓഫ് വാരിയേഷൻസ് ഫ്രം ദ പ്രൊക്യൂർമെന്റ് പ്രോസസ്. വാരിയേഷൻ ഫ്രം ദ പ്രൊക്യൂർമെന്റ്, സാധാരണ സംഭരണ നടപടികളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അവയിൽ നിന്നൊക്കെ വ്യതിചലിച്ചുകൊണ്ട് സംഭരിക്കുന്നതിന്റെ ശതമാനം. ഓക്കെ, അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് ഹോസ്പിറ്റലിൽ ചിലപ്പോ. അങ്ങനെ നടക്കുന്നതിന്റെ ശതമാനമാണ് അവിടെ ഉദ്ദേശിച്ചത്. ഇത്രയും നമ്മൾ പറഞ്ഞ പോയിന്റ് ഏത് ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ടതാണ്? ഫാർമസി ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ക്ലിയർ ആയോ നിങ്ങൾക്ക്? ഇതിൽ ഓരോ പോയിന്റും നിങ്ങൾക്ക് വ്യക്തമാണെന്ന് ഞാൻ വിചാരിക്കുന്നു കേട്ടോ. ഓക്കെ, അടുത്തതാണ് 7th ഡിപ്പാർട്ട്മെന്റ്. ഓക്കെ, 7th ഡിപ്പാർട്ട്മെന്റ് എല്ലാവരും ഇട്ടിട്ട് പോവാണ്, എല്ലാവരും ലെഫ്റ്റ് ചെയ്ത് പോവാണെങ്കിൽ വെറും 5 മിനിറ്റും കൂടെ ഉള്ളൂ. ഓക്കെ, ഇപ്പൊ ബോറടിച്ചിട്ടാണെന്ന് തോന്നുന്നു അല്ലെ, എല്ലാവരും ലീവ് ചെയ്ത് പോവാണ്. ഓക്കെ, അപ്പം അടുത്ത നോക്കട്ടെ. 7th ഡിപ്പാർട്ട്മെന്റ് നമുക്ക് നോക്കാം. അതാണ് ഫ്രണ്ട് ഓഫീസ് ആണ് കേട്ടോ. ഫ്രണ്ട് ഓഫീസ് ഡിപ്പാർട്ട്മെന്റ്. ഫ്രണ്ട് ഓഫീസ് ഒക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ. ഓക്കെ, അപ്പൊ ഫ്രണ്ട് ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഇൻഡിക്കേറ്റേഴ്സ് എന്തൊക്കെയാണ്? അപ്പൊ അവിടുത്തെ മെയിൻ റോള് വഹിക്കുന്നത് ആരാണ്? ക്വാളിറ്റി റെപ്രസെന്റേറ്റീവ്സ് ആണ് കേട്ടോ. 1ാമത്തെ പോയിന്റ് എന്താണ്? ഫസ്റ്റ് പോയിന്റ് എന്താണ്? ഔട്ട് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ ഇൻഡെക്സ്.
ഔട്ട് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ ഇൻഡെക്സ് അല്ലെ. പുറത്തുനിന്ന് വരുന്ന ഔട്ട് പേഷ്യന്റിന്റെ അവരുടെ ഒരു സംതൃപ്തി സൂചിക അല്ലെ. അവർ എത്രത്തോളം ഫ്രണ്ട് ഓഫീസിലെ ആൾക്കാർ എത്രത്തോളം നല്ല രീതിയിൽ ബിഹേവ് ചെയ്യുന്നോ അതിനനുസരിച്ച് അവർ വളരെ സാറ്റിസ്ഫൈഡ് ആയിരിക്കും അല്ലെ. ഔട്ട് പേഷ്യൻസ് അതന്നെ ഗുഡ് ഡീൽ അതാണ് നല്ല രീതിയിൽ ഡീൽ ചെയ്യണം. അപ്പൊ അതിന്റെ ആ ഒരു അതിന്റെ ഒരു ഇൻഡെക്സ് ആണ് അവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. രണ്ടാമത്തെ പോയിന്റ് എന്താണ്? വെയിറ്റിംഗ് ടൈം വിത്ത് റിഗാർഡ് ടു ഡോക്ടർ അപ്പോയിന്റ്മെന്റ് അല്ലെ. ഒരു ഡോക്ടറുടെ അപ്പോയിന്റ്മെന്റിന് വേണ്ടിയിട്ട് എടുക്കുന്ന ആ ഒരു വെയിറ്റിംഗ് ടൈം ഫ്രണ്ട് ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് സമയം നമുക്ക് ഡോക്ടറെ വെയിറ്റ് ഒക്കെ ചെയ്തിരിക്കേണ്ടി വരുമ്പോൾ നമുക്ക് തന്നെ ഒരു ബുദ്ധിമുട്ട് തോന്നും അല്ലെ. അപ്പൊ അത്തരത്തില് വെയിറ്റിംഗ് ടൈം വിത്ത് റിഗാർഡ് ടു ഡോക്ടർ അപ്പോയിന്റ്മെന്റ് അല്ലെ, ഡോക്ടറുടെ അപ്പോയിന്റ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ആ ഒരു വെയിറ്റിംഗ് ടൈം. ഓക്കെ, അതൊക്കെയാണ് അവിടെ നമ്മൾ മെഷർ ചെയ്യുന്ന ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ നിങ്ങൾക്ക്? ഓക്കെ ആണോ? അടുത്തതാണ് എട്ടാമത്തെ ഡിപ്പാർട്ട്മെന്റിലേക്ക് നമ്മൾ പോവാണ് കേട്ടോ. എട്ടാമത്തെ ഡിപ്പാർട്ട്മെന്റ് ഇതാണ്. ഏതാണ്? MRD ഡിപ്പാർട്ട്മെന്റ് കേട്ടോ. അതായത് മെഡിക്കൽ റെക്കോർഡ്സ് ഡിപ്പാർട്ട്മെന്റ്. മെഡിക്കൽ റെക്കോർഡ്സ് എന്ന് പറഞ്ഞിട്ട് ഇനി പഠിക്കാനുണ്ട് കേട്ടോ. ഒരു ചാപ്റ്റർ നിങ്ങൾക്ക് വരുന്നുണ്ട്, മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റ് കേട്ടോ. ആ ഒരു ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ് എന്തൊക്കെയാണെന്നാണ് നമ്മൾ ഇനി കാണാനായിട്ട് പോകുന്നത്. ഒരു 2-3 പോയിന്റ് പറയാം. 3 പോയിന്റ് പറഞ്ഞിട്ട് നമുക്ക് നിർത്താം കേട്ടോ. ഒന്നാമത്തെ പോയിന്റ് എന്താണ്? പെർസെന്റേജ് ഓഫ് മെഡിക്കൽ റെക്കോർഡ്സ് വിത്തൗട്ട് ഡിസ്ചാർജ് സമ്മറി. അതായത് ഒരു ഡിസ്ചാർജ് സമ്മറി ഇല്ലാതെ എന്താണ് വരുന്ന മെഡിക്കൽ റെക്കോർഡ്സുകളുടെ ശതമാനം. ഒരു മെഡിക്കൽ റെക്കോർഡ് എന്ന് പറയുന്നത് വളരെ അപ്ഡേറ്റഡ് ആയിരിക്കും. ഓക്കെ, വളരെയധികം അപ്ഡേറ്റഡ് ആയിട്ട് ഇരിക്കേണ്ട ഒരു സംഭവമാണ് മെഡിക്കൽ റെക്കോർഡ്. അപ്പൊ ഈ ഒരു മെഡിക്കൽ റെക്കോർഡിൽ വിത്തൗട്ട് ഡിസ്ചാർജ് സമ്മറി ഇല്ലാതെ വരുന്ന മെഡിക്കൽ റെക്കോർഡ്സിന്റെ ശതമാനം. ഓക്കെ, രണ്ടാമത്തെ പോയിന്റ് എന്താണ്? പെർസെന്റേജ് ഓഫ് മെഡിക്കൽ റെക്കോർഡ്സ് നോട്ട് ഹാവിംഗ് ICD കോഡിംഗ്. അതാണ് പെർസെന്റേജ് ഓഫ് മെഡിക്കൽ റെക്കോർഡ്സ് നോട്ട് ഹാവിംഗ് ICD കോഡിംഗ്. ICD എന്താണെന്നുള്ളതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ICD എന്നുള്ളത് നോട്ട് ചെയ്ത് വെക്കുക. ഇന്റർനാഷണൽ ക്ലാസിഫിക്കേഷൻ ഓഫ് ഡിസീസസ്. ICD എന്താണ്? ഇന്റർനാഷണൽ ക്ലാസിഫിക്കേഷൻ ഓഫ് ഡിസീസസ്. ഇന്റർനാഷണൽ ക്ലാസിഫിക്കേഷൻ ഓഫ് ഡിസീസസ്. അതായത് പെർസെന്റേജ് ഓഫ് മെഡിക്കൽ റെക്കോർഡ്സ് നോട്ട് ഹാവിംഗ് ICD കോഡിംഗ്. അതായത് ഒരു ശരിയായിട്ടുള്ള ICD കോഡിംഗ് ഇല്ലാതെ ഉള്ള മെഡിക്കൽ റെക്കോർഡ്സുകളുടെ ശതമാനം. ഈ ICD എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞല്ലോ ഇന്റർനാഷണൽ ക്ലാസിഫിക്കേഷൻ ഓഫ് ഡിസീസസ് ആണ്. എന്തിനാണ് ICD ഉപയോഗിക്കുന്നത്? കോഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓരോ ഡിസീസുകൾ, ഓരോ രോഗങ്ങളെ കോഡ് ചെയ്തിട്ട് കോസ് ഓഫ് ഡെത്ത് അറിയാൻ വേണ്ടിയിട്ടാണ്. മരണ കാരണം എന്താന്ന് അറിയാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു സംഭവമാണ്. അതൊരു കോഡാണ്. ICD കോഡിംഗ് എന്നാണ് പറയാ. ICD കോഡിംഗ് എന്തിനാ ഉപയോഗിക്കുന്നത്? ഡിസീസുകളെ നമുക്ക് ക്ലാസിഫൈ ചെയ്തിട്ട് ഒരുപാട് പല ടൈപ്പ് ഓഫ് ഡിസീസ് ആണ്, അതിന് ക്ലാസിഫൈ ചെയ്തിട്ട് കോസ് ഓഫ് ഡെത്ത് മരണ കാരണം എന്താണെന്ന് കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് ICD കോഡിംഗ്. അത്തരത്തിൽ ICD കോഡിംഗ് ഇല്ലാതെ റെക്കോർഡ് ചെയ്യപ്പെടുന്ന ഡോക്യുമെന്റ് ചെയ്യപ്പെടുന്ന മെഡിക്കൽ റെക്കോർഡ്സുകളുടെ ശതമാനം. ഓക്കെ, നമ്മളൊരു മെഡിക്കൽ റെക്കോർഡ് കറക്റ്റ് ഡിസ്ചാർജ് സമ്മറി ഉണ്ടായിരിക്കണം. ഇനി മരണപ്പെട്ടിട്ടുള്ള ഒരു രോഗിയാണെങ്കിൽ അതിന്റെ മരണ കാരണം കാരണം എന്താണ്, രോഗാവസ്ഥയിൽ മരണപ്പെട്ടതാണെങ്കിൽ എന്ത് രോഗം മൂലമാണ് അയാൾ മരണപ്പെട്ടത്, അതൊക്കെ കൃത്യമായിട്ട് അത് രേഖപ്പെടുത്തണം. അങ്ങനെ ICD കോഡിംഗ് ഒന്നും ഇല്ലാത്ത മെഡിക്കൽ റെക്കോർഡ്സുകളുടെ ശതമാനം. ഓക്കെ, ഇത്രയും മതി കേട്ടോ. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഈ ഒരു ചാപ്റ്റർ നമുക്ക് ഫിനിഷ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ തുടങ്ങാൻ പോകുന്നത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ ആയിരിക്കും കേട്ടോ. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആയിരിക്കും ഇതിന് ശേഷം നമ്മൾ എടുക്കാനായിട്ട് പോകും. നമുക്കറിയാലോ വളരെ ബുദ്ധിമുട്ടെന്നല്ല, കുറച്ച് ബോറിംഗ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സുകളാണ് 3rd, 4th ഒക്കെ വരുന്നത് കേട്ടോ. അതിൻ്റെതായ ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരിക്കും. ഓക്കെ, എന്നാ ശരി കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ഞാനൊന്ന് അൺമ്യൂട്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോട്ടോ. അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഡൗട്ട്സ് എന്തെങ്കിലും ഇന്നത്തെ ക്ലാസ്സിൽ എന്തെങ്കിലും ഡൗട്ട്സ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, ക്ലിയർ ആണ് അല്ലേ? ശരി കേട്ടോ. നമുക്ക് നെക്സ്റ്റ് മൺഡേ കാണാം. ഓക്കെ, താങ്ക് യു.